ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മഹേന്ദ്രയുടെ ഷോറൂമിലാണ് കേട്ടോ. അതായത് നമ്മളുടെ കാറിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. നമ്മൾ 3 മാസമായി ബുക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തേക്കായിരുന്നു. സംഭവം നമ്മൾ ബുക്ക് ചെയ്ത അപ്പം തന്നെ അവർ വേണമെങ്കിൽ വൈറ്റും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ബ്ലാക്കിന് വേണ്ടി 3 മാസം വെയിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ 3 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് വണ്ടി കിട്ടിയത്. അപ്പോൾ എന്തായാലും സന്തോഷമായി. ഇന്ന് രാവിലെ തൊട്ട് വണ്ടി എപ്പോൾ വേണമെങ്കിലും തരാം, ഇന്നലെ പോയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 5-ാം തീയതി എൻ്റെ ബർത്ത്ഡേ, അതായത് ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണാൻ 6-ാം തീയതിയാണ്. പക്ഷേ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം ഏറെക്കുറെ 5 മണി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് സ്ലോട്ട് മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ 7 എത്ര വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു? 7 വണ്ടി അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലിപ്പോൾ ലാസ്റ്റ് വണ്ടി എനിക്ക് തോന്നുന്നു നമുക്കാണ് തരുന്നതെന്നാണ് തോന്നുന്നത്. വണ്ടി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഞങ്ങൾ ആകാംക്ഷഭരിതരായി വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ അവിടെ നോക്കി ലൈറ്റ് ഒക്കെ റെഡിയാക്കി നിർത്തിയപ്പോൾ നമ്മുടെ വണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കണം. നമ്മളോട് കാണാൻ പറഞ്ഞ ആളിന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഗായ്സ്. അപ്പോൾ നമ്മളുടെ വണ്ടി അവിടെ റെഡി ആവണമെന്ന് 5 മിനിറ്റിനുള്ളിൽ വണ്ടി തരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളോട് ഇവിടെ ലോഞ്ചല്ലേ ഇതിന് പറയാം, ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കാണ്. അത് അവിടെ മഹേന്ദ്രയുടെ പരസ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ചെറിയൊരു ഇത് കിട്ടും, എങ്ങനെ നമുക്ക് ചെയ്യണം എന്നുള്ള ഐഡിയാസ് കിട്ടും. അപ്പം നോക്കി അത് TV കണ്ടിരിക്കാം, അപ്പോഴേക്കും റെഡി ആവുമല്ലോ ചേട്ടാ. അതെ, ടാറ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കി പഠിക്കാം. കുറച്ച് സമയം ഉണ്ടല്ലോ അവർ തരാനായിട്ട്. എന്തൊക്കെയോ അവിടെ കിടന്ന് നോക്കണ്ട. എന്താ ഇതിൻ്റെ പ്രശ്നം? അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ കാണുന്നു എല്ലാം കാണണമെങ്കിൽ കാണാം. അപ്പം മുത്തിന് കുറച്ച് വണ്ടികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം ആ ഗ്യാപ്പിൽ കേട്ടോ. പെൻഡിങ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്രൂവ് കിട്ടിയിട്ടുണ്ട്. 200 കിട്ടിയിട്ടുള്ളത് എന്താ സംഭവം എന്നുള്ളത് ഇതാ ലാസ്റ്റ് ഒപ്പ് ഇട്ട് കൊടുക്കുക. മറ്റേ എന്റെ കൈവേദന ഇപ്പൊ ഞാൻ ഡോക്ടറെ കാണാൻ പോവാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസുകാരൻ പയ്യല്ലേ, അവൻ എന്നെ കൊണ്ട് വന്നിട്ട് ഇത്രയുള്ള ഒരു 200 പേജിന്റെ ബുക്കില്ലേ, അറിയാം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഒപ്പിടിക്കാൻ പറഞ്ഞിട്ട് അത്രയധികം ഒപ്പ് മേടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നല്ല കാര്യമായിട്ട് വായിക്കാറില്ലാത്ത കാരണം എന്തൊക്കെയോ പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നീ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. ഇവരും ഇതേ കുറെ പേപ്പർ തന്നിട്ട് എല്ലാത്തിലും ഒപ്പിട്ട് കൊടുക്കും. അവനോട് കുഴിക്കുന്ന കുഴി. അതെനിക്ക് ഫസ്റ്റ് ഇവര് ബുക്കിങ്ങിന് വന്നില്ലേ, ആ സമയത്ത് എന്റെ മനസ്സിലാ പാട്ട് പാടി എന്ന് പറഞ്ഞില്ലേ, ഏറെക്കുറെ ചെറിയതായിട്ട് ഞാൻ പിന്നെ പറയും. ഇപ്പൊ വണ്ടി എടുക്കുമ്പോ അതൊന്നും പറയാൻ പാടില്ലാത്ത കാരണം ഒന്നും പറയാനില്ല. അതൊക്കെ പിന്നെ ഇങ്ങനെ കഥകളായിട്ട് നമ്മളുടെ അങ്ങനെ വരും കാര്യങ്ങൾ. അപ്പൊ എന്താ പറയാ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ആ ഒരു പാട്ട് കേട്ടത് ശരിയായിരുന്നു. പിന്നെ ഇപ്പൊ അടുത്ത പാട്ട് ഇവിടെ കേൾക്കാണ്ട് തന്നെ ഒപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഇല്ലേ നമ്പർ നമ്മളുടെ സാധാരണ ഞാൻ എടുക്കാറ് 150 ആണ്. പിന്നെ നമുക്ക് അന്ന് ഇത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്വിഫ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് 150 കഴിഞ്ഞ് പോയതുകൊണ്ട് 40 എടുത്തതാണ്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് 150 എടുക്കാനായിട്ട്. 40 കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസം കഴിയും. 6 മാസമല്ലേ വാലിഡിറ്റി? 6 മാസമാണ് വാലിഡിറ്റി. അതുവരെ നമ്മൾ ടിപ്പിയിൽ കൊണ്ടു നടക്കണ്ടേ. എവിടേക്കും പുറത്തേക്ക് പോകണമെങ്കിൽ കൈ നീട്ടി കഴിഞ്ഞാൽ അതൊക്കെ തലവേദനയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോംബെക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല ടി പി ഇല്ലാണ്ട്, അല്ല ടി പി കൊണ്ട്. അപ്പോൾ അതൊന്നും കസ്റ്റമർ സിഗ്നേച്ചർ ആയിക്കോട്ടെ. അന്ന് നമ്മളുടെ ഇപ്പം വണ്ടി ഓടിക്കാൻ തന്നപ്പോൾ ഉണ്ടായിരുന്ന മറ്റേ ഇതിൽ വന്നപ്പോൾ ഏതിലായിരുന്നു വണ്ടി ഓടിക്കാൻ തന്ന സമയത്ത് ടെസ്റ്റ് ഡ്രൈവ്. ആ ഇംഗ്ലീഷ് വാക്കാൻ ഞാൻ ആലോചിച്ചത് കിട്ടിയില്ല. ഡേറ്റ് 5/4/1924. ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഫൈനൽ ടച്ചിങ് ചെയ്യുമ്പോൾ നേരെ ആയതുകൊണ്ട് കോഫി ചെയ്യുന്ന കാര്യം എന്താ പെട്ടുപോയി. നമ്മള് വളരെയധികം പ്രതീക്ഷിച്ചു.
താറിന്റെ ബോണറ്റും വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാതൊക്കെ ബുക്ക് ചെയ്തില്ലേ, ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു കിട്ടുകയാണെങ്കിൽ ഏപ്രിൽ 5-ാം തീയതി നന്നായിരുന്നു. അപ്പൊ നമ്മൾ ആ മറ്റേ ചേച്ചി ഇല്ലേ, സ്വാതി ചേച്ചി, അത് ആ ചേച്ചി ഇന്ന് ലീവാ. അപ്പൊ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ബർത്ത്ഡേ ആ ചേച്ചിക്ക് അറിയുള്ളൂ കേക്ക് ചെലവാകുന്ന വെച്ച് ചേച്ചി ലീവ് എടുത്തു. അപ്പൊ എന്തായാലും നമ്മളുടെ എന്താ പറയാ ഇന്നത്തെ പരിപാടികൾ, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഇത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേക്ക് മുറി ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ വിചാരിച്ചു കേക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്ന, പക്ഷേ കേക്കൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആകെ പെട്ടു. ഞാൻ കേക്ക് കിട്ടുമെന്ന് കഴിച്ചിട്ട് മറ്റേ അവിടെ കിട്ടുന്ന കേക്ക് മേടിച്ചില്ല. ഇപ്പം എന്ത് ചെയ്യാ, ഇപ്പൊ മറ്റേ ചിരട്ടയില് മണ്ണ് നിറച്ച് കമ്മത്തിയിട്ട് മുറിക്കാം. അല്ലേ പെട്ടുവാ, ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ശരിക്കും ഇതേപോലത്തെ ക്യാമ്പിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ സ്കോർപ്പിയോയിലും കാര്യത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ട ഇവർ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നുണ്ട്. ഇത് കോപ്പിറൈറ്റ് അടിക്കില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇത് സ്കോർപ്പിയോ അടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയും സ്കോർപ്പിയോ പിടിച്ച് ഇതേപോലെ ഡാൻസ് കളിക്കുന്നത്. അതല്ലേ താറാണെങ്കിൽ ഡാൻസ് ഇല്ല. ഇല്ല അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ പെട്ടേനെ ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. എന്തായാലും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഈ താറിറങ്ങി അന്ന് മുതൽ മേടിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാൻ ആഗ്രഹമില്ലാത്തൊരു വണ്ടിയായിരുന്നു. പിന്നെ ഇത് റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോഴത്തെ ഒരു ഹരം ഉണ്ടല്ലോ, വണ്ടികളോടുള്ളൊരു ഹരം എന്ന് പറയുന്ന പോലെ നമുക്ക് ആ കാണുമ്പോഴത്തെ ഇഷ്ടം തോന്നി അങ്ങനെ ഇഷ്ടമായൊരു വണ്ടിയാണ്. ആദ്യമേ ഇഷ്ടം തന്നെ, പക്ഷെ മേടിക്കാനുള്ള ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം സ്പേസ് കുറവ്, ഉള്ളിൽ 3 പേർക്ക് തിക്കി ഇരിക്കണം. അതുപോലെ ഫ്രണ്ടിലേക്ക് സീറ്റ് മാറ്റി വെച്ചിരിക്കണം, ഉള്ളിലാണെങ്കിൽ ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല. ടോട്ടലി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും അത് മതി ആക്ച്വലി. അതാണ് പിന്നെ ഏറ്റവും അവസാനം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡ് വിക്ടാറ ബുക്ക് ചെയ്യാൻ പോയതിൻ്റെ തലേ ദിവസം ഇവരൊന്ന് ഓടിച്ചു നോക്ക് സാറേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഓടിച്ചു നോക്കിയ ഒറ്റൊരു കുളിർമ കൊണ്ട് ഉണ്ടായ വ്യത്യാസമാണ് ഇട്ടത്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു എന്താ പറയുക വണ്ടി ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് വേറെ വണ്ടി പോയി ട്രൈ ചെയ്ത് നോക്കരുത്, പിന്നെ ചിലപ്പോൾ അതിനകത്തേക്ക് പോകും. ഇപ്പോഴും ചെറിയൊരു ഇഷ്ടം ഗ്രാൻഡ് വിക്ടാരല്ലേ? അത് കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല അല്ലേ? മുത്തിനാണെങ്കിൽ ഇവിടെ കിടക്കുന്ന കുറച്ച് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പഠിപ്പിച്ചിട്ട് വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഈ വണ്ടികളുടെ ഡോറ് കാര്യങ്ങൾ തുറക്കണത് ഉള്ളൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അതൊന്ന് കാണണം നിങ്ങൾക്ക്. പോയി നോക്കിക്കോ, എന്താ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പോയി നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനെ വിളിച്ചാൽ മതി, അപ്പം പറഞ്ഞുതരാം കേട്ടോ. ഡോറൊക്കെ തുറന്ന് നോക്കി ഒക്കെ ഓപ്പണാണ്. അപ്പോൾ അവൻ പോയി വണ്ടികളെ കുറിച്ച് പഠിക്കട്ടെ. എന്ത് ചാവി വേണ്ടടാ, അത് ഓപ്പണാടാ ഓൾറെഡി. അപ്പൊ നമുക്ക് താറിന്റെ വരുമ്പോ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ചുമപ്പ് താറ്, എന്തോരം താറ പോണേ. അപ്പം ഞാൻ അവിടെ അപ്പനും അമ്മയും അവിടെ ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വെറുതെ വണ്ടികളൊക്കെ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇതിന് ഡോറും ഉണ്ടാവും, ഇവിടെ ടെസ്ലയുടെ ടൈപ്പ് ഡോറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ആക്കും. ഇതെന്താ പറ്റുക, ഇതാവുന്നില്ല. അപ്പോൾ നമുക്ക് റിയർ നോക്കാം. ഇങ്ങനെ ഒന്ന് തുറക്കും. ഇതെന്താവാത്ത ഞാൻ തുറന്ന് നോക്കിയതാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര ലെങ്തി സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 18. ഇതിൻ്റെ വീൽ ബേസ് 18 ഫുൾ ഓപ്ഷനാണെന്ന് തോന്നുന്നത്. ഇത് ഫുൾ ഓപ്ഷനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് LED വരുന്നുണ്ട്, ഇതിന് LED വരുന്നില്ല. ഇതിനാണെങ്കിൽ അലോയ്സ് വരുന്നുണ്ട്, ഇതിനാണെങ്കിൽ അലോയ് വീൽസ് വരുന്നില്ല. പിന്നെ ഇത് ബേസ് മോഡലാണ് ഇതിൻ്റെ. അതിനകത്ത് വരെ ഒരു ചെറിയ സ്ക്രീൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. അടിപൊളിയുണ്ട്. ഈ ഫീച്ചർ എനിക്ക് ഇഷ്ടമായി. ഞാൻ ബേസ് മോഡലിൽ വരെ ഇതിന് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ ലെങ്ത് സ്ക്രീനാണ്. ഇതിനാണെങ്കിലോ ഭയങ്കര ലെങ്ത് കുറഞ്ഞ സ്ക്രീനാണ്. മറ്റേ സാധാ നമ്മൾ കാറിന് കാണുന്ന പോലത്തെ സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചസാണ്. ഇതിന് MRF കൊണ്ടുവരുന്നുണ്ട് വരെ. ഇതിൻ്റെ ഇതിന് 18 ഇഞ്ചസാണ് വരുന്നത്. ഇത് MRFിൻ്റെ കൊണ്ടുവരാൻ തന്നെ അത്രയാണ്. പിന്നെ ഇതാണ് കഴിച്ച് ഞങ്ങൾ ആദ്യം എടുക്കാതെ വെച്ച കളർ. പിന്നെ അത് ബ്ലാക്ക് ആയതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് പിന്നെ ഇവിടെ ഇരിക്കുന്നത് മറ്റേ ലാംബോർഗിനിയുടെ ഒക്കെ ഷോറൂമിലിരിക്കുന്ന പോലത്തെ കസ്റ്റം വീൽസ് അലോയ് വീൽസാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമാണ്. ഇത് XUVക്ക് വരുന്ന ടൈപ്പ് അലോയാണ്. ഇതുപോലത്തെ ഒരു അലോയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് XUVക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വേറെ കസ്റ്റം അലോയ്സ്. പിന്നെ അങ്ങനെ ഇതിൽ ഇരിക്കണമെന്ന് എനിക്ക് കസ്റ്റമേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇവരെ ആഡ്സൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതൊന്നത് മെർച്ചൻഡൈസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിനകത്ത് കസ്റ്റം വീൽ കപ്പ് വരുന്നുണ്ട്.
ഇത് വീൽ കപ്പാണ് ഗൈസ്. പിന്നെ മഹീന്ദ്ര റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. പിന്നെ അതിനകത്തും വീൽ കപ്പ് വരുന്നുണ്ട് മഹീന്ദ്രയുടെ. ഇത്ര തന്നെ ഉള്ളൂ. ഇതെന്താ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. അല്ല ഞാനേ ഈ XUV-നെ ഇത് വരുന്നു XUV വരുന്നത് മറ്റേ XUV 700 വരുന്നത് മറ്റേ ടെസ്ലയുടെ ഇപ്പോൾ ഡോറാന്ന് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല പിന്നെ ബേസ് മോഡലിൽ വരെ ഇതിൻ്റെ ഇത് വരുന്നുണ്ട്, സ്ക്രീൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്വിഫ്റ്റ് എടുത്ത് കുറച്ച് കാലം, എനിക്ക് തോന്നുന്നു 2 കൊല്ലം 3 കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ ആകെ മറ്റേ നമ്മുടെ XUV 500 കൊടുത്തിട്ട്. അതിന് മുന്നേ നമ്മുടെ വണ്ടി XUV 500 ആയിരുന്നു. ആ വണ്ടി നമുക്ക് അത്ര തൃപ്തിയായിരുന്നു, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ വണ്ടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 700 മാറി വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും 500 ആണ് ഇഷ്ടം 700-നേക്കാളും. കാരണം വെച്ചാൽ 700 ഒരു കാറ് പോലത്തെ ഫീലാണ് നമുക്ക് തോന്നണം ബാക്ക് വശമൊക്കെ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലൻ ലുക്ക് വലിയ ഇതെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്റ്റൈലും ഇതായിരുന്നു. അത് മാറി പിന്നെ ഇതൊരു കാറ് ടൈപ്പിലുള്ള ഫീലായ കാരണം ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുള്ളൂ. അല്ലാണ്ട് അത് തന്നെയല്ല, ഞങ്ങൾക്ക് ഈ ചെറിയൊരു ഫാമിലിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ വണ്ടിയുടെ ആവശ്യമില്ല. ചെറിയൊരു ഫാമിലിക്ക് എന്ന് പറയുന്നത് ആ വണ്ടിയാണ്. ക്യാമറയുടെ മുന്നിലാണ് കൈ വെച്ചത്. അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടി. പിന്നെ എന്താ പറയുക, എനിക്ക് എന്തോ കാറിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. കണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് അങ്ങനത്തെ വണ്ടികളിലാക്കാം. അപ്പോൾ പിന്നെ ആ മോഹം അങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ എത്ര അതിനേക്കാളും എന്തൊരു ഫീച്ചേഴ്സ് കൂടി വണ്ടിയാണെന്ന് അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 700-യും അതുപോലെ സ്കോർപ്പിയോയും ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ താറ് നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരേ അല്ല. ശരിക്കും ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ സ്കോർപ്പിയോ നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പൊ അമ്മയുടെ കാര്യം തന്നെ അമ്മ പറഞ്ഞതായിരുന്നു ഈ താർ ഇത് 2 കൊല്ലം മുന്നേ ഈ താറ് ഞാൻ അങ്ങ് എടുക്കുക. 2 കൊല്ലം മുന്നേ പറഞ്ഞത് ഇപ്പൊ ശക്തി. അപ്പൊ അത് സെയിം അതേപോലെ. പിന്നെ മനസ്സിലായി. ഇതിനകത്ത് ഡോർസാണ് ഏറ്റവും വലിയ പ്രത്യേകത വന്നിട്ടുള്ളത്. ഭയങ്കര ഡിഫറൻസ് ആയിട്ടുള്ള ഡോറാണ് അതിങ്ങനെ. അങ്ങനെ തന്നെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ ഇങ്ങോട്ടായിരുന്നു പ്രസ് ചെയ്യണ്ടേ. ഞാൻ വീണ്ടും തെറ്റിയിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് തരും. ഇതിനകത്ത് റിയറിൽ വരുന്നത് ഭയങ്കര ഫീച്ചേഴ്സാണ്. കാരണം ഇതിനകത്ത് ആംറസ്റ്റ് വരുന്നുണ്ട്. ബേസ് മോഡലിലും ആംറസ്റ്റ് വരുന്നുണ്ട്. ബേസ് മോഡലല്ല, ഇത് ടോപ്പ് എൻഡാണ്. ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഞാൻ ഇതൊക്കെ വന്ന് നോക്കിയതായിരുന്നു. ഈ ഒരു വണ്ടി വലുതാണെങ്കിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഇല്ല ഇതിന്റെ ഉള്ളിലൊന്നും. കാരണം സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല. മറ്റേ XUV 500-നൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സീറ്റ് അങ്ങോട്ട് മടക്കി വെച്ചാലേ 6 അടിയുടെ ഒറ്റൊരു ബെഡ് കറക്റ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക്. 2-3 പേർക്ക്, ഇപ്പൊ ഞങ്ങൾ 3 പേരുണ്ടെങ്കിൽ 3 പേർക്ക് കിടന്നുറങ്ങാൻ പെർഫെക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചേട്ടൻ വരാൻ നേരം വൈകി അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. AC ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ഈ വണ്ടിക്കൊന്നും ആ ഫീച്ചേഴ്സ് ഇല്ല. പിന്നെ ഗ്രാൻഡ് വിറ്റാറൊക്കെ ഇപ്പോൾ ഞങ്ങളത് കണ്ടത് സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് അത് പക്ഷേ 5.25 അടി ഉള്ളൂ കേട്ടോ. 6 അടി തികച്ചില്ല, 5.5 അടിയുടെ മുകളിലുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങാനും കൂടി ഒരു ഓപ്ഷനുള്ള വണ്ടികളാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ എവിടെയെങ്കിലും യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഈ റൂം എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എവിടെയാണ് കൊണ്ട് നിർത്തുന്നത് ചവിടി കിടന്നുറങ്ങണമെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ മൂകാംബിക തന്നെ പോയി ആ സമയത്തൊക്കെ ഗ്രാൻഡ് വിക്ടറയ്ക്ക് കറക്റ്റ് യൂസ് ആ സമയത്താണ് ഗ്രാൻഡ് വിക്ടറുടെ യൂസ് നമ്മൾ പോയി 2000-3000 രൂപ കൊടുത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആകെ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള ഓപ്ഷനാണ്. അത് ശരിക്കും വല്ല നദിയുടെ തീരത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഇത് നമുക്ക് വണ്ടി കിടന്നുറങ്ങി കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് എന്താ പറയുക, ഫുൾ അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. അത് മാത്രമല്ല ഇതിനകത്തൊരു ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫുഡ് റെസ്റ്റ് വരുന്നില്ല എന്നാണ്. അത് അടിയിലിങ്ങനെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഇത് നീ കണ്ടിട്ടില്ല? ഈ വണ്ടി നീ കണ്ടിട്ടില്ല? ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ഈ വണ്ടി അങ്ങനെയാണെങ്കിൽ നീ കണ്ടോ? ഞാൻ വിചാരിച്ചു നീ കണ്ടിട്ടുണ്ടാവും, ഉള്ളിൽ കയറി ഇരുന്നുണ്ടാവും. ഞാനിവിടെ വന്നിട്ടേ ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ പ്രാവശ്യം വന്ന സമയത്ത് എല്ലാ വണ്ടികളും ഇതേപോലെ തന്നെ ഉള്ളിൽ കയറി കണ്ട് സീറ്റ് മടക്കി നോക്കി അതേപോലെ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. കണ്ടോ? ബാക്കിലേക്ക് ലെഗ് സ്പേസ് എങ്ങനെയുണ്ട്? കുറവ് തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ മറ്റേ വണ്ടിയിലും ഉണ്ടായിരുന്നു. അതെ ഇതെവിടെയാ? വലിയ വ്യത്യാസമൊന്നുമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ അത് തന്നെയല്ല, ഇതെന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് വരുമ്പോഴേ ഒരു അത് പെട്ടിക്കൂടിൻ്റെ ഉള്ളിൽ ഇരിക്കണ പോലെയാ. പക്ഷെ സൈലോൻ്റെ ഒക്കെ ബാക്കിൽ ഇരുന്നാൽ എന്ത് രസമാണെന്നറിയോ? അത് ഇൻട്രാ എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ മറ്റേ വണ്ടിക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഇത് നോക്കിയാൽ കുട്ടികൾക്ക് വരെ ശരിക്കും കാല് വെച്ചിരിക്കാനുള്ള ഇതില്ല, ആകെ ടൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ. ഇത് പേരിന് 7 സീറ്റ് എന്ന് പറയാന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ അത്ര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയൊന്നുമല്ല.
ബൂട്ട് സ്പേസ് അത്യാവശ്യമൊന്നുമില്ല, കുറച്ച് ബൂട്ട് സ്പേസ് തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വലിയൊരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. നോക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ച് കാലം മുന്നേ വന്നപ്പോൾ കണ്ടതാണ്. അതേപോലെ ഇത് എനിക്ക് തോന്നുന്നു ബേസ് ഓപ്ഷൻ വണ്ടിയാണ്. കാരണം അലോയ് വീലോ അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല, സാധാ ഡിസ്ക് ടയർ. ഈ വണ്ടിക്ക് എത്ര 18 ലക്ഷം രൂപ അങ്ങനെ എങ്ങാണ്ടാണ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് മറ്റേ ഇത് വില കുറഞ്ഞ വണ്ടിയാണ്. കണ്ട സീറ്റ് തന്നെ മാറി, സീറ്റൊക്കെ സാധാ സീറ്റ്, മറ്റേതിൻ്റെ സീറ്റും ഇതിൻ്റെ സീറ്റും തമ്മിൽ ജാതി വ്യത്യാസം. അതേപോലെ എല്ലാ സംഭവത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഇത് സീറ്റും കുറവാട്ടോ. ഇത് സീറ്റ് എണ്ണം കുറവ്. ഇത് 5 സീറ്റാ. ഇത് സീറ്റ് കണ്ടില്ലേ, ഇത് ഡിക്കി സ്പേസാ ഫുള്ള്. കണ്ട ഇത് ഇത്രയധികം ഡിക്കി സ്പേസ് ഉണ്ട് ഇതിന്. ഇത് സീറ്റ് ഒന്ന് മടക്കിയിട്ട് മൊത്തം നോക്കട്ടെ. സീറ്റ് അതിൻ്റെ സീറ്റ് ഒന്ന് മടക്കിയിട്ട് നോക്കട്ടെ അപ്പൻ. ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസ് കിടക്കാനുള്ളത് കറക്റ്റ് സീറ്റ് മടക്കുമ്പോൾ സീറ്റ് ഇല്ലാത്ത വണ്ടിക്ക് കറക്റ്റാണോ എന്ന് നോട്ടാ അറിയാമല്ലോ. എനിക്ക് തോന്നണ പറ്റില്ല എന്നുള്ളതാണ്. ഇതേ സീറ്റ് മടക്കണത് ഈ വള്ളിയിൽ പിടിച്ച് വലിക്കടാ. ഇത് അങ്ങനെ കണ്ടോ, ഇതാണ് ഈ വണ്ടിയിലൊന്നും കിടക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതെന്താണോ ഇത് സീറ്റ് ഇങ്ങനെ, അത് XUV മാത്രമാണ് കിടക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സെറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കുഞ്ഞിതാണ്. മറ്റേ വണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗം മൊത്തം സ്ക്രീനും കാര്യങ്ങളാണ്. ഇത് കണ്ടില്ല, കുഞ്ഞ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വില കുറഞ്ഞ വണ്ടിയായിരിക്കും. 10-18 രൂപ ആ ഒരു റേഞ്ച് വരുന്ന വണ്ടിയാണെന്ന് വിചാരിക്കുന്നു. മാനുവൽ അല്ലേ? മാനുവൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വിലയ്ക്കുള്ള വണ്ടി ഉണ്ട്. പിന്നെ എനിക്ക് മൊത്തത്തിലുള്ള വണ്ടി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനൊക്കെ എത്ര ഇഷ്ടമാണെന്നറിയോ? സ്കോർപ്പിയോ. എനിക്ക് സ്കോർപ്പിയോ ആണ് ഇവരുടെ വണ്ടികളിൽ പിന്നെ ഇഷ്ടമുള്ളത്. കുറേ നേരമായി ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു, ഒന്നും ആയിട്ടില്ല. വണ്ടി അവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ താറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, വൈറ്റ്. അതെപ്പോൾ വരുമ്പോഴും ഈ വൈറ്റ് ഇവിടെ കിടക്കണ്ടാവും. ഈ വൈറ്റ് ആണോ എന്നറിയില്ല. ഇതേപോലെ വൈറ്റാണ് അട്രാക്ഷന് വേണ്ടി ഇവർ താറിൻ്റെ പരിസ്ഥിതിയിൽ ഇട്ടിട്ടുള്ളത് ഇവിടെ. ഉണ്ടോ? ഉണ്ടാവും സംഭവം. എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട്. പക്ഷേ അതിൻ്റെ വീൽ കപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്, കാണുമ്പോൾ അലോയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു കുറവുള്ള വണ്ടി പോലത്തെ ഫീല് അല്ലേ? ഫ്രണ്ടും മൊത്തത്തിൽ LED വയ്ക്കാന്നുണ്ട്. അല്ല, ഫ്രണ്ടിലൊന്നും കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ രണ്ടും. മറ്റേ ഇതില്ല, ഫോഗ് ലാമ്പില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനുണ്ടോ? അതും ഉണ്ടല്ലേ. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതും തമ്മിൽ കേട്ടോ. വീൽ സൈസ് ഒക്കെ കുറവുണ്ടല്ലേ, അതാണ്. അപ്പോൾ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ സൺറൂഫ് ഇല്ല, അങ്ങനെ കുറേ ഓപ്ഷൻസ്. പിന്നെ 5 സീറ്റും 8 സീറ്റും അത്രയ്ക്കുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. നിനക്ക് മറ്റുള്ള വണ്ടികൾ കാണിച്ചു തരാം. ഇതാണ് വൈറ്റ് താറ്. പക്ഷേ വൈറ്റ് താറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പറയുകയാണ് വൈറ്റ് താറ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേന്ദ്ര പിക്കപ്പാന്ന് പറയുക. അപ്പം അങ്ങനെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമമായി. എന്നാൽ പിന്നെ വേണ്ട, എൻ്റെ ആഗ്രഹത്തിന് മാത്രം നിന്ന് പിക്കപ്പ് ഓടിച്ചു എന്നുള്ളൊരു പരാതി വേണ്ട. വൈറ്റ് കളറ് പിക്കപ്പാന്ന്, മഹേന്ദ്ര ബൊലേറോ പിക്കപ്പാന്നുള്ളൊരു ലുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ഐഡിയ മാറ്റി ബ്ലാക്ക് ആക്കിയത്. അല്ലെങ്കിൽ എനിക്കിഷ്ടം എപ്പോഴും സത്യം പറഞ്ഞാൽ വൈറ്റാണ്. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഇങ്ങനെ വൈറ്റ് ഫുള്ളടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലുക്ക്, അതേപോലെ വേറൊരു സ്റ്റിക്കർ, അതൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സാധനം. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വരുമ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവം എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ 4x4 അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ഇപ്പോൾ ഈ വണ്ടിക്ക് ആയതുകൊണ്ട് ഇതിങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടി വരും. ഇനിയിപ്പോൾ ഇതൊന്നും തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി വരുമ്പോൾ നമുക്ക് കണ്ടുകൂടെ? മാനുവൽ ഓട്ടോമാറ്റിക്? അത് മാനുവലാ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാ. പുതിയ വണ്ടിയുടെ മണം അടിപൊളിയല്ലേ? ഉണ്ട്. പിന്നെ ബാക്കിയുള്ള വണ്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ മുത്തേ. ബായോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അവർ ശരിയാക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ. കുറച്ച് നേരം കാത്തിരുന്നെങ്കിലും വണ്ടി അവർ തരാതിരുന്നില്ല കേട്ടോ. വണ്ടി തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് പുതിയത് മോഡൽ വന്നിട്ടുള്ളതെന്നുണ്ടല്ലേ. ഇങ്ങനത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. EV ആദ്യം ഇങ്ങനെയല്ലായിരുന്നല്ലോ, അത് EV ഇറങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയാണോ? ബൊലേറോ പുതിയതാണ്. ഇതൊക്കെ ഇനി കൊടുക്കാനുള്ളതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഡെലിവറി കൊടുക്കാനുള്ളതാണെന്നുണ്ട്. നമ്മളുടെ വണ്ടി ഇപ്പോൾ ഈ റാമ്പിൽ റെഡിയായി നിൽക്കണത്. ഇനി ഇത് വലിക്കണം. തുണി മാറ്റണം നമ്മൾ. പക്ഷേ ഞാൻ വിചാരിച്ച ചുമപ്പ് കളറാവുന്ന തുണി. ബ്ലാക്ക് കളറാണ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ,
അതേപോലെ തന്നെ നമുക്ക് വേണ്ട കേക്ക് ഇവർ അറേഞ്ച് ചെയ്തു കേട്ടോ. എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ കാരണം തന്നെ ആദ്യം ഇവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കേക്ക് കൊണ്ടുവന്ന് ഒക്കെ റെഡി ആക്കി കണ്ടോ, സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ബർത്ത്ഡേ അതുപോലെ തന്നെ വണ്ടി കിട്ടുമ്പോഴും ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രസം ഒന്നിക്കും കയറി പോയത്. കാരണം വെച്ചാൽ കേക്കില്ല പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബർത്ത്ഡേ അതുപോലെ തന്നെ വണ്ടി മേടിക്കുന്ന ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ കേക്ക് നമുക്ക് ഇവിടെ വെച്ച് മുറിക്കാൻ വിചാരിച്ചു. അതൊരു സന്തോഷമുള്ള കാര്യം. ഇതിന് മുന്നേ നമ്മൾ എന്താ പറയുക, ബർത്ത്ഡേയുടെ അന്നാണ് വണ്ടി മേടിച്ചെങ്കിൽ കേക്ക് മുറിച്ചിട്ടില്ല. ഒരു പുതിയ പരിപാടിയായിരുന്നു കേക്ക് മേടിച്ചത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞാൻ മുറിച്ചിട്ട് ഞാൻ തന്നെയാണ്. പിന്നെ Happy birthday to you. Happy birthday, dear Pradish. Happy birthday to you. പ്രതീഷ് നമ്മുടെ ചേട്ടന്മാർക്ക് കൊടുക്കും. ഇനി എല്ലാ ചേട്ടന്മാരും പറയും നമുക്ക് എന്താ പറയാ, ഞങ്ങൾ കഴിച്ചു. നിങ്ങൾ കഴിക്കാം തീർച്ചയായും. താങ്ക് യു. നമുക്ക് വണ്ടി അന്ന് വന്നപ്പോൾ ഓടിക്കാൻ നമുക്ക് അവനായിരുന്നപ്പോൾ അവനായിട്ട് മാത്രം കഴിച്ചു. ബാക്കിയുള്ള ആൾക്കാർ അറിയാതെ ചേട്ടന്മാർക്ക് ഓരോ കഷ്ടം കൊടുക്കുക. അപ്പോൾ ഞാനും ഈ ചേട്ടന്മാർക്ക് ഒരേ കഷ്ടം കൊടുക്കട്ടെ. എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു വായനയിൽ ബാക്കിയുള്ള ചേട്ടന്മാർ വായോ ഓരോ കഷ്ടം കേക്ക് കഴിക്കും. അല്ല ഇപ്പൊ വായോ വാ പറഞ്ഞില്ല. ഇനി നമ്മളുടെ തുണി മാറ്റുള്ള ചടങ്ങിലേക്ക് കിടക്കുകയാണ്. തുണി അയക്കും ചടങ്ങിലേക്ക് വണ്ടി ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കണം. ഡ്രസ്സ് അയച്ച് മര്യാദയാണ് ഇത് ഓടുള്ളൂ. അല്ലാണ്ട് നമ്മളുടെ പോലെ ഡ്രസ്സ് ഇട്ടിട്ടല്ല ഓടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ട് ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തേ. എൻ്റെ ചെടി സഹിക്കാൻ പറ്റിയെങ്കിൽ ഒന്ന് ക്ഷണിച്ചോളാം. തുണി അയക്കാൻ റെഡിയായി നിൽക്കുക. തുണി മാറ്റിയത് മുട്ടേ മാറ്റരുത്. ഓക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ വണ്ടിയുടെ എന്താ പറയാ അൺബോക്സിംഗ് എന്ന് പറയാം. എന്ത് ചെയ്യാം, അവിടെ വലിക്കാം. ഓക്കെ പറയാണെന്നുണ്ടെങ്കിൽ ബാക്കി കഴിഞ്ഞ ബാക്കിൽ നിർത്തും. ഓക്കെ റെഡി. ഞാൻ ഈ വണ്ടി നേരത്തെ ഇവിടെ വന്നപ്പോൾ കണ്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് വരുന്ന സമയത്ത് എന്തോ ചെയ്യണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് നോക്കാണ്ട പോയെ ഒരു സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ. കുറേ നാളുകൾക്ക് ശേഷം സംഭവം 3 മാസം കഴിഞ്ഞു മാത്രം നമ്മൾ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചതാണ്. എന്നാലും കുഴപ്പമില്ല, അതായത് പയ്യന് മുമ്പ് കിട്ടി. അപ്പോൾ പ്രശ്നമില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് തോന്നണില്ല. ഇനിയിപ്പോൾ വലിയ ഉള്ളിലേക്ക് കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നോക്കട്ടെ. താക്കോൽ തന്നിട്ട് മതിയാ. താക്കോൽ തന്നിട്ട് താക്കോൽ തരുന്നത് വലിയൊരു താക്കോൽ വലിയ താക്കോൽ പോക്കെ എടുക്കാനാണ്. പ്രത്യേകം പറഞ്ഞാൽ എന്താണെന്നറിയോ ചേട്ടാ, വണ്ടി കിട്ടിയില്ലെങ്കിൽ എല്ലാ താക്കോല് വെച്ചപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടല്ലോ. ആ ഫോട്ടോ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്തോളാം. ഞാൻ കുഴപ്പമില്ല. ആ എടുക്കണേന്ന് ഇങ്ങനെ ഓക്കെ. പിന്നെ മറ്റേ പേപ്പേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എല്ലാവരും ഇങ്ങനെയല്ല. താക്കോലിൻ്റെ ഇതല്ല അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താക്കോലിൻ്റെ ആദ്യത്തെ ഒരു സംഭവം വരിക. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ താക്കോല് ചെറുതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ആദ്യത്തെ ആക്കിയതുകൊണ്ട് താക്കോല് മനസ്സിലാവുന്നത് താക്കോല് തന്നെ വേണ്ട. അതുകൊണ്ട് വേറെ പുരസ്കാരമൊന്നുമല്ല. അതല്ലേ, ഇതാണ് താക്കോല്. ഓക്കെ. അയ്യോ, എനിക്ക് സ്വർണ്ണം ഇത്
ഞാൻ പറയാണ്ടിരുന്നതാ, ഇവിടുന്ന് മേടിക്കുന്ന എല്ലാ ആൾക്കാർക്കും സ്വർണ്ണമോതിരം നിന്നുകൊണ്ട് മറ്റേ സാധനം ഉണ്ടല്ലോ അത് തന്നെ സത്യം പറയുന്നില്ല. അല്ലാണ്ട് സ്വർണ്ണമോതിരല്ലേ സ്വർണ്ണമോതിരല്ല. ഇതിപ്പോൾ മഹേന്ദ്രൻ്റെ എന്തൊരു കോംപ്ലിമെന്റ് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കാം അല്ലേ. അപ്പോൾ അറിയാം ഇപ്പം എല്ലാ സംഭവം കഴിയും. പിന്നെ ചായ കുടിക്കാൻ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതൊന്നും ചോദിച്ച് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഐശ്വര്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനെ വിശ്വസിച്ച് അങ്ങോട്ട് കയറുക. എല്ലാം നന്നായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്കങ്ങോട്ട് തുടങ്ങാം അല്ലേ. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ചെറുതുള്ള കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം, അതാണ് നല്ലത്. ഓക്കെ, മുത്തിന് കയറാനുള്ള വഴി, മുത്തിന് കയറാനുള്ള വഴി ഓക്കെ ഇല്ലേ. മുത്തിൻ്റെ പ്ലേസ് അതാണ് കേട്ടോ. ഇനി സ്ഥിരം പ്ലേസ് ഇവിടെ ബാക്കിൽ, അതിൻ്റെ ബാക്കിലേക്ക് വേണ്ട, മറ്റേ നിതയുടെ ബാക്കിൻ്റെ സീറ്റിൻ്റെ ബാക്കിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇതിന് ഡീസൽ എന്തോരം ഉണ്ടാവും? അതായത് നമുക്ക് പമ്പ് വരെ എത്താനുള്ളത് ഉണ്ടാവില്ലേ? ആ ആ ചെക്ക് ചെയ്യാം എത്ര കിലോമീറ്റർ പോകും എന്നുള്ളതൊക്കെ കാണിക്കും. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇവരെ ഫോൺ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഇവർ തന്നിട്ടുള്ളത് ഈ ഒരു മറ്റേന്താ പറയുക മഡ് ഫ്ലാപ്പ് ഇവിടുത്തെ, അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ രണ്ട് മഡ് ഫ്ലാപ്പ് ഉണ്ടാവില്ല. ആ രണ്ട് മഡ് ഫ്ലാപ്പ് നമുക്ക് ഇവർ മറ്റേന്താ പറയുക ഇതായിട്ട് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു എന്താ പറയുക മാറ്റും, ഈ മാറ്റും അതുപോലെ ഫ്ലാപ്പുമാണ് നമുക്ക് ഇതായിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. വേറെ പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ ഇതിനകത്ത്. ഇതൊക്കെ ഇൻബിൽഡ് വരുന്നതല്ലേ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും. അതെ, അപ്പോൾ അത്ര മാത്രം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഓൺ ചെയ്തിട്ട് മീറ്റർ കാര്യങ്ങളൊക്കെ ഓണായി വന്നു കഴിഞ്ഞാൽ വൺ ടച്ച് സ്റ്റാർട്ടാണ്. ടച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ആയി പോകും. പിന്നെ ആദ്യമുള്ള കുറച്ച് വാണിങ്ങുകൾ ആദ്യം കാണിച്ചു തരും. അതിന് ശേഷമാണ് നമുക്ക് ഈ കൺട്രോൾസ് ഒക്കെ എടുക്കാൻ പറ്റുക. മെയിൻലി ഇപ്പോൾ ഈ കാണുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾ വരുന്നത് ഈ ഒരു സ്പേസിലാണ്. ഇത് മെനു സ്ക്രോൾ ചെയ്യാനുള്ളത്, എൻട്രി ചെയ്യാനുള്ളത്. ഇതിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇതിലാണ് നമ്മൾ നോക്കണം. അതായത് ഡീസലിന്റെ പിന്നെ എന്തിന്റെയൊക്കെയാ ഡീസലിന്റെ കാണിക്കും. നിലവിലുള്ളത് 67 കിലോമീറ്റർ ഇനി ഓടാനുള്ള ഫ്യൂവൽ ഉണ്ട്. പോയി കഴിഞ്ഞാൽ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പോൾ ചിലപ്പോൾ കുറവ് കാണിക്കുള്ളൂ. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന്റെ ലെവല് ഇതിന് മറ്റേ ഇത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പോൾ ഏറെ കാണിക്കുന്നത് 6 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് റീസെറ്റ് ചെയ്യാനാണെങ്കിൽ ഇന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് എൻ്റർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ റീസെറ്റ് ആവും ആദ്യം മുതൽ. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എവിടെ നിന്ന് ഓടുന്ന അനുസരിച്ചുള്ള ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കും. 17 അടുത്ത് മൈലേജ് കിട്ടും. ഇതിൽ കാണിക്കും 17 മൈലേജ് കിട്ടും. അതെ, അപ്പൊ ഇതിനകത്ത് എത്ര വരെ കാണിക്കും ശരിക്കും? 17 കാണിക്കുമോ? അതെ, അതിൽ കൂടുതലൊക്കെ കാണിക്കും. ഹൈവേ ഡ്രൈവ് തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 20 മേലെ കാണിക്കും. മിനിമം ഒരു 17 മൈലേജ് കിട്ടും എന്നാണ് പറയണത്. ഉറപ്പാണ്? ഓക്കെ, അതിലെ കേട്ടില്ലേ? പിന്നെ ഈ ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ സ്വിച്ച് ആണ്. നമ്മളിപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൺ ആയിട്ട് കിടക്കണ്ടാവുക. അതെ, ആവശ്യമില്ലെങ്കിൽ മാത്രം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡ്ലിംഗിൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഓഫ് ആയി പോകും. ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐഡ്ലിംഗിൽ നിൽക്കുമ്പോൾ വണ്ടി ഓഫായി, ഈ ഫീച്ചറിൽ ഓഫായി, പിന്നെ നമ്മൾ ഈ ബട്ടൺ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീച്ചറിന് ഓഫ് ആയി പോകും. പിന്നെ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പൊ നോർമൽ താക്കോലുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടൺ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ആ ഫീച്ചർ ആവശ്യമില്ലാന്ന് തോന്നിയാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ട്, അല്ലാണ്ട് വണ്ടി ഓഫ് ആയിരിക്കുന്ന സമയത്ത് മനസ്സിലായി ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ ഓഫ് ആയിരിക്കുമ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് റണ്ണിങ്ങിലായാലും കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഫീച്ചറിൽ ഓഫ് ആയിരിക്കുമ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ക്ലിയർ ആയി. നമ്മൾ നോർമൽ താക്കോലിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നുള്ളത് മെയിൻലി ഡോർ പാഡുമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് തന്നെ മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ ഡോർ ലോക്ക് അൺലോക്ക് ഇവിടെയും ചെയ്യാം. സെൻട്രൽ കൺസോളിലും സ്വിച്ച് കൊടുത്തിട്ടുണ്ട്.
അല്ല ഈ നമ്മുടെ സെൻട്രൽ ലോക്ക് ചെയ്യുമ്പോ ബാക്കിലത്തെ ഡിക്കിലത്തെ ഇതടക്കം ലോക്ക് അല്ലേ? ഓക്കെ, 3 എണ്ണം അതിവിടെ ചെയ്യാം. ഇതിപ്പോ ഓപ്പൺ ആയിരിക്കുന്ന കാരണം ഇവിടെ കൺട്രോൾ എടുക്കാൻ പറ്റില്ല, ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ക്ലോക്ക് വൈസ് തിരിക്കാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ജോയ്സ്റ്റിക് പോലെ യൂസ് ചെയ്യാം, ആംഗിൾ ചെയ്യാം, ലെഫ്റ്റ് സൈഡും ചെയ്യാം. സെൻട്രൽ ഇട്ട് കഴിഞ്ഞാൽ ഐഡിയൽ പൊസിഷൻ. ഫോൾഡിംഗ് ഇല്ലല്ലോ? ഫോൾഡിംഗ് ഇല്ല, മാനുവലായിട്ട് ഫോൾഡ് ചെയ്യാം. അത് ഏതെങ്കിലും നിങ്ങളുടെ താറുകളിൽ അങ്ങനെ വേരിയന്റിലും ഫോൾഡിംഗ് വരുന്നില്ല. അത് പുറത്ത് ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാർ ഫോൾഡിങ് അറിയില്ല. ഇത് ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇടല്ലേ? നോക്കി കഴിഞ്ഞപ്പോ നമുക്കൊരു 3 പേര് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം വണ്ടിയുടെ ഒരു ബോഡി ലെവലിൽ അങ്ങനെ കട്ടിംഗ് ലൈൻ വരുന്ന പോലെ, ലോ ബീമിൽ കട്ടിംഗ് ലൈൻ വരുന്ന പോലെ മതി. കുറച്ച് താഴ്ന്ന കിടക്കണം തോന്നുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അല്ലേ ആവശ്യമുള്ള ലെവലിലേക്ക്. ഇപ്പോ ഓക്കെ, ഇതൊക്കെ എല്ലാ വണ്ടികൾക്കും ഉണ്ടെങ്കിലും ആരും ഇതൊന്നും യൂസ് ചെയ്യാനില്ല. എവിടെ കിടക്കണത് ചവിടിയിട്ട് ഓടിക്കണം. അതെ 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 അതെ. നമ്മളൊരു 5 പേര് വണ്ടിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി വെയിറ്റ് താഴുമ്പോ ഹെഡ്ലാമ്പിന്റെ ഫോക്കസ് ലെവൽ മാറും. ഓപ്പോസിറ്റ് വരാനുള്ള കണ്ണിലേക്കാണ് ലൈറ്റ് അടിക്കുന്നത്. നമുക്ക് റോഡ് ക്ലിയർ ആവുകയും ചെയ്യും, ഓപ്പോസിറ്റ് വന്നൊക്കെ റോഡ് ലൈറ്റ് അടിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുപോലെ ഇതിനകത്ത് ഈ 4 ബട്ടൺ അഡ്ജസ്റ്റ്മെന്റും ഫുൾ ഇതിനകത്ത് ഫ്യൂവല്, അതുപോലെ തന്നെ കിലോമീറ്റർ. അത് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഫ്യൂവലിന്റെ പേജ് ആയതുകൊണ്ട് അതിന് താഴോട്ടുള്ള ആരോ മാർക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഡിസ്റ്റൻസ് ടു എംടി ആണ് കാണിക്കുന്നത്, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ലെവല്, പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി. അത് 3 എണ്ണമാണ് ഈ സംഭവം കാണിക്കുന്നത്. നെക്സ്റ്റ് പേജ് പേജ് ആണ് അത് അല്ലെ? ഇത് ഞെക്കി കഴിഞ്ഞാൽ പേജ് വരും. നെക്സ്റ്റ് പേജ് ഇത് വരും. ഇപ്പൊ വന്നിട്ടുള്ളത് ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ്. ഇനി ഇതിൽ എന്റർ ബട്ടൺ ഹോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീറ്റർ കൺസോളിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓഫ് ആവും. അതായത് ഇത് നമ്മൾ അത് ആ ഒരു ബുക്കിലിട്ടിട്ട് ഇത് ലോങ് പ്രസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓഫ് ആയി. ഹോൾഡ് എന്റർ ടു എന്റർ ബട്ടൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓൺ ചെയ്യണമെങ്കിലും ലോങ് പ്രസ് ചെയ്താൽ ഓൺ. ഡിജിറ്റൽ സ്പീഡോമീറ്റർ നമുക്കൊന്ന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി ബാക്കിയുള്ള ലൈറ്റ് ഓഫ് ആക്കിയതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് പ്രസ് ചെയ്ത് വീണ്ടും വന്നു അല്ലേ? ഓക്കെ. അതുപോലെ നെക്സ്റ്റ് പേജ് ആ ബുക്കിൽ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. സ്റ്റിയറിംഗിന്റെ പൊസിഷൻ, സ്റ്റിയറിംഗ് കറക്റ്റ് ലെവല് കറക്റ്റ് ആണോന്ന് അറിയാം. ഓക്കെ. ഇനി ഇതേ വണ്ടി നിർത്തി കഴിയുന്ന സമയത്ത് വീൽ ഒടിഞ്ഞാണോ അല്ലേന്നൊക്കെ ഇരിക്കാനായിട്ട് നോക്കാൻ വേണ്ടിട്ട് 0 വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും കറക്റ്റ് കിട്ടാം. നെക്സ്റ്റ് പേജ് അവിടെ ഡിക്കി ഡോർ ഒന്ന് ഓപ്പൺ ആയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടായി. അപ്പൊ അതിന്റെ ഒരു വാണിംഗ് കാണിച്ചതാ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പേജിൽ വാണിംഗ് ഹിസ്റ്ററി. ഇതിൽ വാണിംഗ് ഹിസ്റ്ററി ഓപ്പൺ ആക്കണ ഇതാ, എന്റർ ബട്ടൺ പ്രസ് ചെയ്യാം. 3 വാണിംഗ് കാണിക്കുന്നുണ്ട്. ഒന്ന് സീറ്റ് ബെൽറ്റ് ഡ്രൈവർ ഇട്ടിട്ടില്ല, താഴോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഡോർ ലോക്കിന്റെ ആയിരിക്കും എടുത്തത്. ഓക്കെ. 3 കാര്യങ്ങൾ, 3 കാണിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ സെറ്റിംഗ്സ് ആണ്. നെക്സ്റ്റ് പേജ് സെറ്റിംഗ്സ്. ടൈം സെറ്റിംഗ് അതൊക്കെയാ? അല്ല, ഇതിൽ സെറ്റിംഗ്സിൽ മെയിൻ ആയിട്ട് ഡ്രൈവർ ഡ്രൈവർ സൈഡ് എയർ ബാഗ്, പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓൺ ഓഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഡ്രൈവർ സൈഡ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എയർ ബാഗ് വർക്ക് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ആവശ്യമില്ല. അല്ലാതെ ഇത് എയർ ബാഗ് കണ്ടില്ലേ, എഴുത്തുണ്ട് എയർ ബാഗ്. എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് ഈ സെറ്റിംഗ്സിലാണ് ചെയ്യുന്നത്. സെറ്റിംഗ്സിലാണ്. നമുക്ക് ഇവിടെ സെന്റർ കൺസോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എയർ ബാഗ് ഇപ്പൊ ഓൺ ആണ്. ഓഫ് ആണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ആണ് സെക്കൻഡ് കത്തും. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വാണിംഗ് കത്തുന്നത്. അവിടെ ആളിരുന്നിട്ട് ബെൽറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വാണിംഗ് കത്തും. അപ്പൊ 3 നോട്ടിഫിക്കേഷൻ ആണ്. അത് മനസ്സിലായി. അപ്പൊ ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ ഇതാണ്. നെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെ ട്രിപ്പ് എ ബി എന്നുള്ള ഒരു ട്രിപ്പിന്റെ മീറ്റർ ആണ് ഉള്ളത്. അത് എത്ര ട്രിപ്പ് ഉണ്ടായില്ല? 2 ട്രിപ്പ് എയും ബി ഉണ്ടാവും. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ടൈം ഉണ്ടാവും. അത് ടൈം ഒന്നും മറ്റേ ഇതാക്കാൻ സെറ്റ് ആക്കുക. ഇപ്പൊ 18 റെയിൽവേ ടൈം അല്ലാണ്ട് മറ്റേ നമ്മുടെ നോർമൽ ടൈം ആക്കാനുള്ള സെറ്റിംഗിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടാവും. അതില്ലാണ്ട് ഒരിക്കലും വരില്ല. ഇതിന് സെറ്റിംഗ്സിൽ ഇല്ല. ഇനി ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ വെഹിക്കിൾ സെറ്റിംഗ്സിൽ പോയാൽ ഉണ്ടോന്ന് അറിയില്ല, ചെക്ക് ചെയ്യണം. അതെ, ഒന്ന് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ശരിയാക്കി തരാം. കാരണം കാര്യം ഇതില് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന്റെ ഒരു വാണിംഗ് കത്തി കഴിഞ്ഞാൽ, ഫ്ലൂയിഡിന്റെ അല്ല മറ്റേ ക്ലോഗഡ് എന്നുള്ള വാണിംഗ് കത്തും. അത് DPF ക്ലോഗഡ്, ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ക്ലോഗഡ് എന്നുള്ള വാണിംഗ് കാണിക്കും. അത് കാണിക്കുമ്പോ ഞാൻ ആ സ്ക്രീനിൽ ജസ്റ്റ് കാണിച്ചത് ഓഫ് ചെയ്തോ. അത് ഏതാണ് ആ വാണിംഗ് എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സൈഡിലാണ് അത് ഈ വാണിംഗ്. പോയി, അതായത് 160ന്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള വാണിംഗ്. അതെന്തിന്റെയാന്ന് ശരിക്കും പറഞ്ഞ ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ക്ലോഗ് ആണോ? അതായത് വെള്ളം, ഡീസലില് വെള്ളം. ഡീസൽ വണ്ടി നമ്മള് ഇപ്പൊ വരുന്ന വണ്ടികൾക്ക് ഈ ആഡ് ബ്ലൂ ഫില്ല് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു എക്സോസ്റ്റ് പോണ ഗ്യാസ് പോണ ഒരു പാത്തില് ഫിൽറ്റർ ഉണ്ട്.
ആ ഫിൽറ്റർ ക്ലോഗ് ആവും ചില സമയത്ത്. ചില സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഓടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിയിട്ട് നിർത്തുക, എക്സോസ്റ്റ് ചൂടാവണ്ടൊക്കെ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ക്ലോഗ് വരും. ആ ക്ലോഗ് ഡീക്ലോഗ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു വാണിംഗ് വന്നാൽ റീജനറേഷൻ ചെയ്യേണ്ടി വരും. വണ്ടി ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ പാർക്ക് ചെയ്യുക, നേരെ പോയിട്ട് ഈ നമ്മുടെ ഡ്രൈവ് ഇൻഫോ എന്നുള്ള പേജ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടല്ലോ AB എന്നുള്ളൊരു ആ പേജ് ഓപ്പൺ ആക്കിയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോ അതിന്റെ സെറ്റപ്പ് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ ഒന്നുകൂടി സ്ക്രോൾ ചെയ്യുമ്പോ ഇപ്പൊ ട്രിപ്പ് വരണേ ആ ഒരു റീജൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ റീജൻ റിക്വേർഡ് എന്നുള്ളൊരു ഇത് മാറിയിട്ട് റീജൻ ഒരു സ്പേസ് ഉണ്ടാവും. അതില് എൻ്റർ ബട്ടൺ കൊടുത്തത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ലോക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിയുടെ തിരിക്കുക. കുറച്ച് നേരത്തെ ഈ ഒരു എഞ്ചിൻ RPM 2000 മേലേക്ക് കയറി നിൽക്കും. എത്രത്തോളം ക്ലോഗ് ആയി നിൽക്കേണ്ടത് അത് പോണ വരെ ഈ ഒരു എക്സോസ്റ്റ് ചൂടായി പോണ വരെ അത് RPM കയറി നിൽക്കും. ചിലപ്പോ ഇത് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ RPM കൂടാൻ കുറയാം, അതൊക്കെ അതിന്റെ ഒരു ലെവൽ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് എക്സോസ്റ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്ലോഗ് എല്ലാം മാറി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നോർമൽ RPM 1000 താഴെയുള്ള RPMലേക്ക് എത്തും. അപ്പൊ അതിലൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് ചേട്ടന്റെ ഐഡിയയില് പറയാൻ പറ്റില്ല. അത് വണ്ടിയുടെ രീതി അനുസരിച്ച് വരും. കാരണം ഇപ്പൊ നമ്മൾ വളരെ RPM ഒന്നും കയറാതെ ഒരു 1000 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ വളരെ പതുക്കെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വരും. കാരണം ഡീസൽ വണ്ടി ഇത് ഇത്തിരി ചൂടായി പോയാലേ തന്നെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഉദ്ദേശിക്കുന്നത് 2000 RPM ലെവല് ടർബോ വർക്ക് ചെയ്യുന്ന ഒരു സ്പീഡിലൊക്കെ ഒരു വർക്ക് ചെയ്താൽ കുഴപ്പമില്ല. അത്യാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പിച്ച് ഓടിച്ചാലാണ് അതിനുള്ള പവറും വണ്ടി ഒരു അടിപൊളിയാവുള്ളൂ. ഒന്നും നോക്കണ്ട. 10,000 സർവീസില് വരുന്ന കസ്റ്റമേഴ്സ് ചിലപ്പോ ഒരു പ്രാവശ്യം പോലും അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് വരാം, ചിലപ്പോ ഡെലിവറി എടുത്ത് പോയിട്ട് ചിലപ്പോ ഒരാഴ്ചക്കുള്ളിൽ വന്ന സിറ്റുവേഷൻ അങ്ങനെ വരാം. നമ്മള് ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ഡീസൽ വണ്ടി ആണെങ്കിൽ അത്യാവശ്യം ഓടുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ എംബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഇത് ചെയ്യാം അല്ലെ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സർവീസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ ആ കാര്യം ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, AC വെന്റ് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നില്ല. ക്ലോക്ക് വൈസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AC വെന്റ് ക്ലോസ് ആയി. ഓപ്പൺ ചെയ്യാൻ ആന്റി ക്ലോക്ക് വൈസ് അല്ല AC വെന്റ് അങ്ങനെ. നിന്റെ അവിടുത്തെ തിരിക്കലാണ് കേട്ടോ, മറ്റേതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യല്ലാന്ന് മനസ്സിലായില്ലേ? അതല്ല തിരിക്കണ്ടേ, ആ ബട്ടൺ അല്ല, അത് തന്നെ ലോക്കായി ഇങ്ങോട്ട് തിരിച്ച് ഓപ്പൺ കേട്ടാ. അത് ക്ലിയർ ആയില്ലേ? അതെല്ലാവരും ഇവിടെ തന്നെ അത് ഈ സൈഡിലേക്കാണോ വേണ്ടത്. പിന്നെ സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ നോർമൽ ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ്, പൊസിഷൻ ലാമ്പ്, പാർക്ക് ലാമ്പ് ഓൺ, ഹെഡ് ലാമ്പ് ഓൺ, ഹൈ ബീം, ലോ ബീം, ഫാസ്റ്റ്, ഫോഗ് ലാമ്പിന്റെ അകത്താണ്. ഇതിപ്പോ നമ്മുടെ പാർക്ക് മിനിമം പാർക്കിംഗിൽ ഓൺ ആയാലേ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുള്ളൂ. ഓഫ്. ഇനി ഇൻഡിക്കേറ്ററിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൽ തന്നെ ജസ്റ്റ് വൺ ടച്ചില് നമുക്ക് ലൈൻ ചേഞ്ച് ഇൻഡിക്കേഷൻ ഉണ്ട്. 3 ഹൈവേലൊക്കെ നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റിയറിംഗ് ഇല്ലാത്ത ആംഗിളിൽ തിരിക്കണവരില്ല. ജസ്റ്റ് വൺ ടച്ചില് 3 പ്രാവശ്യം ബ്ലിങ്കിങ് ചെയ്യും. റോട്ടിൽ വീണ് കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചത് തന്നെത്താൻ ഇതാവുള്ളൂ. വീണ് അത് ചെറുതായിട്ട് തട്ടാൻ പാടുള്ളൂ. കൂടുതൽ തട്ടി കഴിഞ്ഞാൽ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ 3 ബ്ലിങ്കിങ്. കൂടുതൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് സ്റ്റഡി ആവണ അനുസരിച്ചാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇതാവുന്നത്. അല്ലെങ്കിൽ ട്രാക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അത്രയും ആംഗിൾ തിരിക്കേണ്ടത് 3 കത്തിയാൽ മതി ഇഷ്ടം പോലെ. അപ്പൊ അത് ഓക്കെ. പിന്നെ ക്രൂയിസ് കൺട്രോൾസിന്റെ സ്വിച്ചസ് ആണ് ഇവിടെ. ഇത് ക്രൂയിസ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്ററിന്റെ മേലെ സ്പീഡ് കയറിയിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയോ, പ്ലസോ മൈനസോ സെറ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ക്രൂയിസ് ഓൺ ആവും. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്കുമേ ക്ലച്ചുമേ കാല് ചവിട്ടി കഴിഞ്ഞാൽ ക്രൂയിസ് ഓട്ടോ ഓഫ് ആവും. ആ സ്പീഡ് റെസ്യൂം ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ റണ്ണിങ്ങിൽ നമുക്ക് ക്രൂയിസ് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്പൊ ഡയറക്റ്റ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ സെറ്റ് കൊടുക്കുക. സെറ്റ് കൊടുത്തിട്ട് ഓണായി പ്ലസ് ആയി കഴിഞ്ഞാൽ സ്പീഡ് ഒരു 60 ആണെങ്കിൽ 60 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കൂട്ടണമെങ്കിൽ പ്ലസ് ആക്സിലേറ്റർ വേണ്ട, അങ്ങനെ കൂട്ടി. അപ്പൊ നമുക്ക് ആക്സിലേറ്റർ യൂസ് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതുമ്പോ മാത്രം നമുക്ക് ഓടിക്കാം അല്ലെ? ലോങ് ഡ്രൈവ് പോകുമ്പോ ഹൈവേയിലാണെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുമ്പോ മാത്രം പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊക്കോളൂ. പിന്നെ ഇത് സാധാ പഴയതുപോലെ തന്നെ ആക്കാൻ വേണ്ടി നമ്മളിപ്പോ 60 പോയിട്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ബ്രേക്കുമ്പോ കാല് വെച്ചപ്പോ ക്രൂസ് സ്റ്റാൻഡ് ബൈ ആയി. പിന്നെ ആ പഴയത് തന്നെ ആവണമെങ്കിൽ ആ സ്പീഡ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഈ എഞ്ചിൻ RPM ഒരു 2000 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താലാണ് കേറുള്ളൂ. RPM കറക്റ്റ് മനസ്സിലായി. 60 ഗിയറിൽ ഇട്ടിട്ട് വണ്ടി ഒരു 50-ലാണെങ്കിൽ ക്രൂസ് വർക്ക് ചെയ്യില്ല. മനസ്സിലായി. 80 ആ റേഞ്ചിൽ എത്തിയാൽ. അപ്പൊ നമ്മുടെ സ്പീഡ് 40 ആണെങ്കിൽ അതനുസരിച്ചുള്ള ഗിയർ സെക്കൻഡ് തേടൊക്കെ ആണെങ്കിലാണ് അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. സ്പീഡ് 40 ആണ്. അല്ലെങ്കിൽ നമ്മൾ ക്രൂയിസ് വർക്ക് ചെയ്യണില്ല ചേട്ടാന്ന് വേഗം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അപ്പൊ ചേട്ടൻ മറക്കാണ്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ ടൈം സെറ്റിംഗ് ഉണ്ടെങ്കിൽ അതെനിക്ക് റെയിൽവേ ടൈം മാറ്റിയിട്ട് സാധാ ടൈം ഒന്ന് ആക്കണം. ഇനി അടുത്ത് പറഞ്ഞു
മറക്കരുത് വെച്ച് പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ ക്രൂയിസും ഒക്കെ. അപ്പൊ ഇവിടുത്തെ ആ ഒരു കൺട്രോൾസ് മനസ്സിലാണ്. പിന്നെ ഇത് നമ്മൾ ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അസിസ്റ്റ്, വോയിസ് അസിസ്റ്റ് കൊടുക്കാം. ഇപ്പോ ഗൂഗിൾ അസിസ്റ്റോ അല്ലെങ്കിൽ ഐഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ സിരി കൺട്രോൾസ് എടുക്കാം. അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ വരിക. അപ്പൊ നമുക്ക് ഫോൺ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് അതിന് ശേഷം നമ്മുടെ ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോൾ ഗൂഗിൾ അസിസ്റ്റ് അല്ലെങ്കിൽ സിരി ആ ഒരു വോയിസ് അസിസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് കമാൻഡ് കൊടുത്താൽ മതി. നമ്മൾ ഫോണിൽ നമ്മള് ഹേ സിരി എന്ന് വിളിക്കും. സെയിം സംഭവം തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയാവും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഇൻഫോടൈൻമെന്റ് കൺട്രോൾസ് ആണ്. സോഴ്സ് സെലക്ട് ചെയ്യാനുള്ളത്, വോളിയം കൺട്രോള്, മ്യൂട്ട്, അൺമ്യൂട്ട്. പിന്നെ ഫോൺ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ പേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള സ്വിച്ചസ്, അല്ലെങ്കിൽ ട്രാക്ക്, നെക്സ്റ്റ് ട്രാക്ക്, FM ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേഷൻ സീക്ക് ചെയ്യാനുള്ള. അപ്പൊ അതൊക്കെ. പിന്നെ ലെഫ്റ്റ് സൈഡില് വൈപ്പറിന്റെ കൺട്രോൾസ്. ഇതില് ഇപ്പൊ ഓഫിൽ കിടക്കുന്നത് ജസ്റ്റ് താതികിട്ട ഒരു വൈപ്പ്, മിസ്റ്റ് മോഡ്. പിന്നെ ഒന്നാമത്തെ സ്ലോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്റർവെൽ മോഡാണ്. ഒരു 5 സെക്കൻഡ് ഡിലേ ആണ് വരിക. അത് ഒരു തവണ നമ്മൾ ഓൺ ചെയ്തു ഓഫ് ചെയ്തു, ഒരു ഡിലേ ഒരു 5 സെക്കൻഡ് ഉണ്ടാവും. വീണ്ടും 5 സെക്കൻഡ് നമ്മളിനി ഓഫ് ചെയ്തു. ഇനി ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ മാറ്റം വന്നുണ്ടാവും. 5 എന്നുള്ളതൊരു 3 സെക്കൻഡ് വൈപ്പ്. അങ്ങനെ സംഭവം. പിന്നെ ലോ ബീം, സോറി ലോ ഹൈ, അങ്ങനെ 2 മോഡ്, സ്പീഡും 2 മോഡ്. വേറെ ഒന്നുമില്ല, റിയർ വൈപ്പർ ഒന്നും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ഇത്ര തന്നെ കൺട്രോൾസ് പറയാം. പിന്നെ വാഷ്, ഫ്രണ്ട് വാഷ് വിത്ത് വൈപ്പ് ആണെങ്കിൽ പുള്ളി ഇത് പിടിച്ചു. പിന്നെ സ്റ്റിയറിംഗിന്റെ ആംഗിൾ, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇവിടെ താഴെ ലെവർ ഉണ്ടാവും. റിലീസ് ചെയ്യാം, ആവശ്യമുള്ള ഹൈറ്റിലേക്ക് ആവശ്യമുള്ള ലെവല് കൊണ്ടുവന്നിട്ട് ലോക്ക് ഇടാം. സ്റ്റിയറിംഗ് ലോക്ക്. ഓക്കെ. ഇനി ഇൻഫോടൈൻമെന്റ് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ FM ന്റെ ഒരു പേജാണ് ഇരിക്കുന്നത്. ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുക റേഡിയോ തന്നെ ഉള്ളൂ. മീഡിയ എന്തെങ്കിലും പെൻഡ്രൈവ് എന്തെങ്കിലും കണക്ട് ചെയ്ത് മീഡിയ എടുക്കാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയയിൽ എടുത്തിട്ട് ബ്ലൂടൂത്ത് എന്നുള്ള ഒരു പേജ് ഓപ്പൺ ആക്കാം. അതുപോലെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ രണ്ടും ഏതാണോ ഫോൺ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. ഇതിലിപ്പോ പോയി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു പേജാണ് കാണിക്കുക. പിന്നെ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ ഓൺ റോഡ്, റഫ് റോഡ്, 2 കാര്യങ്ങൾ. ഇതിൽ ഒരു പവറും ടോർക്ക് എത്ര യൂസ് ചെയ്യുന്നുള്ള ഗ്രാഫ് ഉണ്ടാവും. പിന്നെ ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഉണ്ടാവും, ഡയറക്ഷൻ, ഗ്രാവിറ്റി മോണിറ്ററിംഗ്. റഫ് റോഡ് പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ, ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാന്നുള്ളത്, പിന്നെ ആംഗിള്, പിച്ചിങ്, റോളിംഗ് ആംഗിൾസ്, ഗിയർ സെലക്ഷൻ, ഗിയർ ഏത് പൊസിഷൻ ആണുള്ളത്. പിന്നെ സൈഡിൽ സ്ലൈഡിലെ സെറ്റിംഗ്സിൽ പോയിട്ട് മറ്റേ സൗണ്ടിന്റെ ഒരു കൺട്രോൾസ്, ടോൺ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേന്റെ കുറച്ച് കൺട്രോൾസ്. ഇതിപ്പോ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഡേ ടൈമിലെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ആണ്. പാർക്ക് ലാമ്പ് ഓൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിലത്തെയാണ്. ഇത് ഓഫ് ചെയ്താൽ ഡേ ടൈം, ഓൺ ചെയ്താൽ നൈറ്റ്, കൺട്രോൾ ചെയ്യാം. യൂണിറ്റ്സ് ഡിസ്റ്റൻസ്, കിലോമീറ്റർ, ഫ്യൂൽ എക്കണോമി, കിലോമീറ്റർ പെർ അവർ, ഒരു അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. ടയർ പ്രഷർ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് TPMS ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്. അതിന്റെ യൂണിറ്റ് ഏതാ വേണ്ടതെന്നുള്ളതിന്റെ സെലക്ട് ചെയ്യാനുള്ളതാണ് ഇത് കാണിക്കുന്നത്. PSI വേണമെങ്കിൽ അത് വെക്കാം. അങ്ങനെ ടയറിൽ ഏതെങ്കിലും എയർ കുറവാണെങ്കിൽ ഇൻഡിക്കേഷൻ അതെന്തായാലും വരും. അതിലിപ്പോ കാണിക്കുന്നത് PSI വേണോ, അതുപോലെ വേറെ ഏത് യൂണിറ്റ് കാണിച്ചില്ലേ, അതിലേതാ വേണ്ടെന്നുള്ള സെലക്ട് ചെയ്യണത്. വെഹിക്കിൾ ഇൻഫോ എന്നുള്ള പേജ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ എല്ലാം ഓക്കെയാണ്, ഇപ്പൊ പ്രഷർ ഓക്കെയാണ്. ഷോള് കൊടുത്തു കഴിഞ്ഞാൽ 33-34 റേഞ്ചിൽ പ്രഷറും ടെമ്പറേച്ചർ അടക്കം ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കാണിക്കും. ടയർ ഹീറ്റ് ആണോ ഇങ്ങനെയാണ് അതിന്റെ പൊസിഷൻ. അത് വേണ്ടത് സെറ്റിംഗ്സ് എടുത്തിട്ട് ഡിസ്പ്ലേ എടുത്തിട്ട് യൂണിറ്റ്സിൽ കിലോ പാസ്കലും PSI ടെമ്പറേച്ചറിന്റെ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും, ഡിസ്റ്റൻസ് കിലോമീറ്റർ, മൈല്, ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിലോമീറ്റർ പെർ ലിറ്റർ അല്ലെങ്കിൽ മൈൽസ് പെർ ഗ്രാം ആയിരിക്കും. പിന്നുള്ളത് എക്കോ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മൾ ഫ്യൂൽ എഫിഷ്യൻസി എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിക്കണം എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുക. ഇതിലിപ്പോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ മുതൽ ഇപ്പോ നമ്മൾ ഐഡലിംഗിൽ കിടക്കണം. ഇപ്പൊ 100% ഉണ്ട്. ഗിയർ സെലക്ഷൻ, സ്പീഡ്, ആക്സലേഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒരു ഗ്രാഫ് ഇത് നമുക്കൊരു
സ്കോർ തരിക. ഈ സ്കോർ മാക്സിമം ആണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും. ഈ ഐഡ്ലിങ്ങിന്റെ ഗ്രാഫ് ഇപ്പൊ കുറഞ്ഞു വരും. നമ്മൾ വെറുതെ നിൽക്കാണ്, വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ ഓടുന്നില്ലല്ലോ. ഈ ഗ്രാഫ് പതുക്കെ കുറഞ്ഞു വരും, സ്കോറും കുറയും. ഇപ്പൊ ഈ വണ്ടി 24 hours സ്റ്റാർട്ടിങ്ങിൽ ഇടുകയാണെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ വേണം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതറിയില്ല. അല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, വണ്ടി ഫുൾ ടൈം സ്റ്റാർട്ട് ആയി കിടന്നോണ്ട് പ്രശ്നമില്ല. സ്വിഫ്റ്റ് ആണെങ്കിൽ 5 ലിറ്റർ ഡീസൽ പോലും വേണ്ട, അതാ പറഞ്ഞത്. അത് ഓരോ വണ്ടികൾക്ക് ഓരോ ഇതാണല്ലോ, അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചാൽ കുഴപ്പമില്ല. പിന്നെ അടുത്തത്, പിന്നെ ഇത് ഡിസ്പ്ലേ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇതിലിപ്പോ നമുക്ക് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൈഫൈ കൊടുക്കാനുള്ള കണക്ടിവിറ്റി. വൈഫൈ അല്ല, മൊബൈല് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മാത്രം ഉണ്ടാവുക. പിന്നെ നമുക്ക് പിന്നെ അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാ? പെൻഡ്രൈവ് കണക്ട് പെൻഡ്രൈവിൽ കണക്ട് ചെയ്യണം. അതില്ല, അപ്പൊ നിന്റെയും പെൻഡ്രൈവിൽ കണക്ട് ആവണം? ഇല്ല. അപ്പൊ ഇതില് നമ്മൾ പെൻഡ്രൈവില് വീഡിയോസ് വീഡിയോ പ്ലേ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പെൻഡ്രൈവില് കയറ്റി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ. അത് വണ്ടി ഓടുമ്പോ തന്നെ ഓഫ് ആയി പോകുന്നത് ഓഫ് ആവും. അപ്പൊ പിന്നെ കാര്യമില്ല. അത് സേഫ്റ്റിയുടെ കാര്യമായിട്ട് കൊടുത്തല്ലോ, ഡ്രൈവർക്ക് ഇവിടെ വ്യൂ കിട്ടല്ലേ. അപ്പൊ പിന്നെ അതും കഴിഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പിന്നെ ഇതൊരു ഫേവറേറ്റ് കീ ആണ്. നമുക്കൊരു പെട്ടെന്നൊരു എടുക്കേണ്ടായിട്ടുള്ള ഒരു കാര്യം ഈക്വലൈസർ നമ്മൾ അങ്ങനെ അത് കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്തിടാൻ വേണ്ടി ഞാൻ കീല് കാർ ഇൻഫോ വേണം. ഓൾറെഡി കാർ ഇൻഫോനൊക്കെ ബട്ടൺ വരുന്ന അതിൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ മീഡിയ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിലേക്ക് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റും. പിന്നെ താഴെ എസിയുടെ കൺട്രോൾസ് ആണ്. ഇത് ടെമ്പറേച്ചർ കൺട്രോള്, കോൾഡ് ആണോ ഹീറ്റ് ആണോ വേണ്ടത്. ഈ സൈഡിലെ ബ്ലോവറിന്റെ സ്പീഡ് കൺട്രോൾ, സ്പീഡ് കൺട്രോൾ. പിന്നെ പൊസിഷൻസ് ആണ്. ഇപ്പോ ഏത് പൊസിഷനിലേക്കാണ് കാറ്റ് വരേണ്ടതെന്നുള്ളതിന്റെ എയർ ത്രോ വേണ്ടത്. AC ഓൺ ഓഫിന്റെ സ്വിച്ച് ആക്ച്വലി ഇതാണ് റീസർക്കുലേഷൻ മോഡ്. ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ. ഫ്രണ്ട് ഡിഫോഗർ കൊടുക്കുമ്പോ ഇവിടെ തന്നെ വണ്ടികള് ഇവിടെ വരും. അവർ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ മിററിന്റെ അവിടേക്ക് കിട്ടാൻ വേണ്ടി ഈ സൈഡിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ മോഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ആയിരിക്കും പ്രോബ് ഉണ്ടാവുക. അല്ല, ഈ ഇതിലേക്ക് ഡോറിന്റെ ഇതിലേക്ക് കയറുന്ന ഞാൻ കണ്ടിട്ടില്ല, അതെന്ന് ചോദിച്ചത്. ഇതിലേക്ക് വരും അല്ലേ? അത് മോഡ് മാറ്റിക്കോളൂ, ഒന്ന് ഫേസിലേക്കോ ലഗ്ഗരിക്കുള്ള മോഡ് മാറ്റിയിട്ടു. ബാക്ക് ഡിഫോഗർ എന്ന് പറയുമ്പോ ഹീറ്റിംഗ് ചെയ്യാനുള്ള ഡിഫോഗർ ലൈൻസ് ഉണ്ടാവും. അത് ഹീറ്റ് ആവും. അപ്പൊ അത് കഴിഞ്ഞു, ഇവിടത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ റിവേഴ്സ് ഗിയർ ഫസ്റ്റ് എന്ന് പറയുമ്പോ പ്രസ് ചെയ്ത് ഏറ്റവും അറ്റത്ത് ഫസ്റ്റ് ഗിയർ ഈ ബോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യും. മനസ്സിലായി. പിന്നെ പവർ വിൻഡോന്റെ കൺട്രോൾസ് ഇവിടെയാണ് വരിക, രണ്ട് ബട്ടൺസ്. പിന്നെ ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു 3-4 കാര്യമുണ്ട്. ഒന്ന് ഹസാർഡ്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. സ്റ്റൻബൈ ഓൺ ആയിരിക്കും. ആവശ്യമില്ലെങ്കിൽ അതായത് നമുക്ക് ഡ്രിഫ്റ്റിങ്ങോ അങ്ങനത്തെ പണികളൊക്കെ വരുമ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ ബട്ടൺ ഓഫ് ചെയ്ത് കൊടുക്കുക, വീല് സ്പിൻ ചെയ്യും. പിന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിൻ ചെയ്യും. അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യണ കാരണം സ്പിൻ ആവില്ല. അത് എവിടെ ഓൺ ഓഫ് അവിടെ ഞെക്കുമ്പോ ഇതിലെ സ്ക്രീനിൽ കാണോ? ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആണ്. ഓഫായി. ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്. നടക്കുക. പിന്നെ ഇതൊരു ഓവർ സ്പീഡ് കയറുമ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി വരും. വണ്ടിയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഓഫ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, നമുക്ക് അറിയില്ല. അപ്പൊ അതായി. ഹിൽ ഡിസെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു ഇറക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്തൊരു ബ്രേക്കിന്റെ സപ്പോർട്ട് കിട്ടാനായിട്ടൊരു. പിന്നെ ഡോർ ലോക്ക് അൺലോക്കിന്റെ ഇത് തുറന്നിരിക്കുന്ന കാരണം ക്ലോസ് ആവില്ല. മനസ്സിലായി. ഇവിടെ ഫോൺ വെക്കാനുള്ള സ്പേസ്, വയർലെസ് ചാർജിംഗ് ഒന്നും ഇല്ല, സ്പേസ് തന്നെ ഉള്ളൂ. രണ്ട് ഫോൺ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് ഹൈറ്റും ആംഗിളും സ്ലൈഡിങ് 3 അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് പക്ഷേ ഇപ്പുറത്തെ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, കോ ഡ്രൈവർ ഇല്ല. കോ ഡ്രൈവർക്ക് ആംഗിളും സ്ലൈഡിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ നിലവില് നമ്മുടെ ബാക്കില് സ്പെയർ വീലിന്റെ കാര്യങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പൊ നിലവില് താക്കോലുകൊണ്ട് തന്നെയാണ് പുറത്താണ് ചെയ്യുക. ഫ്യൂവലിന് താക്കോലും കൊണ്ട് തുറക്കണം. അതാണ് ഇതൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താനുള്ള സംഭവങ്ങൾ അതൊക്കെയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവും. അതുപോലെ അതായത് വല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് റോട്ടിൽ എടുത്ത് വെക്കാനുള്ള സാധനം അല്ലേ, റിഫ്ലക്റ്റീവ് സാധനം. അതായി. നമ്മുടെ എന്താ പറയാ ടോയ് ഹുക്ക് ഇതിൽ ഇൻബിൽറ്റ് വരുന്നതാണ്, വെൽഡിംഗ് ആണ്. അതിലുണ്ടാവില്ല. അതിൽ വീൽ സ്പാനറും യൂസ് ചെയ്യാനായിട്ടുള്ള ലിവർ ഉണ്ടാവും. ഇത് പൊക്കാൻ പറ്റും. ബട്ടൺസ് ബുക്ക് കഴിഞ്ഞാൽ റോട്ടറി. ഇത് ഇങ്ങനെ ബട്ടൺസിലാണ് അല്ലേ?
മതി, കുഴപ്പമില്ല. പൊക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെയാണ് ഈ സൈഡിൽ തിരിക്കാനായിട്ടുള്ളൊരു. ഒന്ന് നോക്കട്ടെ, എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഊരി നോക്കാം. ഇറങ്ങാൻ പറ്റാണ്ടല്ലേ? ഇറങ്ങാൻ പറ്റില്ല. ഇതിനകത്താണ് ജാക്ക് ഉണ്ടാവുക. തിരിച്ചു കഴിഞ്ഞാൽ ജാക്കിന്റെ സ്പേസ് ആണ് ഇത്. ഇതിപ്പോ അല്ല, ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ല. അത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ ജാക്കി. ഇങ്ങനെ ഫിക്സിങ് ആണല്ലേ? ഓ, മനസ്സിലായി. ഇത് ജാക്കിന്റെ പൊസിഷൻ. ലിവർ ഇതിന്റെ ഉള്ളിലുണ്ട് അല്ലേ? അപ്പൊ ലിവർ നമുക്ക് എവിടെയെങ്കിലും പെർമനന്റ് വെക്കാനുള്ള പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഈ പില്ലറുമേ, അതായത് റോൾ കേജിന്റെ ഒരു ഇതാ എനിക്ക് അങ്ങനെ അതൊന്ന് ടോയിൻ ചെയ്ത് വെക്കാൻ പറ്റിയ അത്ര നല്ല. കാരണം ഇതൊരു ഓൾറെഡി ഒരു ടോ ഉണ്ട്. അതല്ലേ? കടകട അടിക്കും. അടി വരില്ല, അങ്ങനെ കെട്ടി വെച്ചാൽ അടി വരില്ല അല്ലേ? ഓക്കെ. അതേപോലെ ഇത് ഇങ്ങനെ ബട്ടൺ ആവുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാൻ ഒരു കംഫർട്ട് കുറവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന രീതിയാണെങ്കിൽ നല്ലതായിരുന്നു. അത് കുഴപ്പമില്ല. ഇപ്പൊ ഇതൊന്നും നമുക്ക് കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ലല്ലോ. ഈ റോപ്പ് ഉണ്ടല്ലോ, ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ലോക്ക് ആയി കഴിഞ്ഞാലും ബാക്കിലേക്ക് റീക്ലൈൻ ചെയ്യാം. ഓക്കെ. ഇത് അകത്തിരുന്നിട്ട് ചെയ്യാൻ പറ്റും. അത് ഈ ഇതേപോലെ തന്നെ ഒരു റോപ്പ് ഈ ആംഗിളിന്റെ അവിടെ സൈഡിലുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബൂട്ട് സ്പേസ് ഇത്രേ ഉള്ളൂ. അത് ഡീഫോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സുമ്പോൾ മഞ്ഞ് വീഴില്ലേ? മഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മഴയത്തോടുമ്പോൾ നിറച്ചും ഇങ്ങനെ തണവ് പോലെ വന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? അപ്പോൾ ആ സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഹീറ്റിംഗ് ആണ്. ഇതിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് മാന്തി പൊട്ടിയാൽ ഇല്ല. ഇത് കൈ കൊണ്ട് ഇങ്ങനെ മാന്തി പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ വെറുതെ തിരിപ്പടിച്ച് ഇതുമ്പോൾ ഇങ്ങനെ മാതാൻ നിൽക്കരുതെന്ന് മനസ്സിലായ? അല്ല, പറയാൻ പറ്റില്ലേ? ആദ്യം ഗ്ലാസ് അടയ്ക്കുക, ഇതടയ്ക്കുക. ഓക്കെ. അല്ലെങ്കിൽ ടയറും എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഡീസൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ തുറന്നിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇത് മെറ്റാലിക് ആണോ? ബ്ലാക്ക്? സെൽറ്റ് ബ്ലാക്ക്. ഓ, അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട്? എഞ്ചിൻ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള മറ്റേ ഒന്നുമില്ല. അതിപ്പോ നിലവിലുണ്ടോ? നിലവിലുണ്ട്. ബൂട്ട് അവിടെ അല്ലെ? അടിയിൽ ഡിക്കി ഓപ്പൺ, സോറി ബോണറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഡോർ ഓപ്പൺ ആണോ പോലെ തന്നെ ഒരു ബോണറ്റിന്റെ വാണിംഗ് വരും. പിന്നെ 4 ഹസാർഡ് ഓൺ ആവും. 4 ഓണാവും ബോണറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അല്ലേ? അവിടെ റിലീസ് ചെയ്യണം. ഇതൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പൊക്കി കഴിഞ്ഞാൽ വേറെ അൺലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, ആ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. മുമ്പ് വലിച്ചെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ? നമ്മുടെ ഇപ്പോൾ നിലവിലെ വിത്ത് സ്ക്രീൻ ഇതുണ്ടോ? അവിടെയാണ് അതിന് ടാങ്ക് താഴെ ഉണ്ടാവും. അവിടെ നോക്കിയോളൂ, അവിടെ നോക്കിയാൽ ഇതാണ് ഇതിന്റെ താഴെ. ഓ ഓ ഓ, അത് കാണൂല അല്ലേ? ശരിക്കും ഇതല്ല, ഇത് ചെന്ന് മുട്ടണതല്ലേ താഴത്ത്? അത് ആണല്ലേ? ഓക്കെ. അപ്പോൾ അത് സെറ്റാണ്. ഇത് ഹോൺ 2 കമ്പനി ഹോൺ വരുന്നത്. പിന്നെ ഇത് മറ്റേ കൂളന്റ് ഓൾറെഡി ഇതാണ്. പിന്നെ ഈ ആഡ് ബ്ലൂ എവിടെയാ? ഇതിന്റെ ആഡ് ബ്ലൂ ഫില്ലിംഗ് ഫ്യൂലിന്റെ അവിടെ അതിൽ ഓപ്പൺ ആക്കുമ്പോൾ ഡീസലിന്റെ കൂടെ തന്നെ ഡീസലിന്റെ ആ ഒരു ഹാൻഡിൽ അതിനകത്ത് കയറില്ലേ? അപ്പൊ അത് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്കൊരു 10,000 സർവീസിൽ ചെയ്യാനുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. 20 ലിറ്റർ ടാങ്ക് ഉണ്ടാവുക. ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ 20 25% കാലയളവിൽ അതിൽ ബാലൻസ് ആവുമ്പോൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് ഫില്ല് ചെയ്യാനായിട്ട് 20 ലിറ്ററിന്റെ ക്യാൻ ഫില്ല് ചെയ്യാനായിട്ട് എത്ര രൂപയാവും? 10,000 ഓടുമ്പോൾ ഒരു 2,000 2,000 10,000 കിലോമീറ്റർ ഓടുമ്പോൾ 2,000 അഡീഷണൽ അതിന് വേണ്ടി വരും അല്ല? വരും. അത് അഡീഷണൽ കാണണം. ഓക്കെ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരുവിധം കാര്യങ്ങളായി. അപ്പോൾ ഞാൻ നിൻ്റെ നമ്പർ ഉണ്ടല്ലോ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ആ ടൈമിൻ്റെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ ആരെങ്കിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഓഫ് ചെയ്ത് തന്നോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്ലൂടൂത്തും ഒന്ന് പെയർ ചെയ്തോ. പിന്നെ വിട്ടു പോവുകയാണെങ്കിൽ ഞാൻ പെയർ ചെയ്തോളാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് ചെയ്തു. ആ 2 സംഭവം മാത്രം ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കേസുള്ളൂ എന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റാണ്ടല്ല, തെരഞ്ഞു പിടിക്കണമല്ലോ. ഇതാകുമ്പോൾ കൈയോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യണത് ഞാൻ അവിടെ പോയിട്ട് 1/2 മണിക്കൂർ തെരഞ്ഞു പിടിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം ചെയ്തിട്ട് അങ്ങോട്ട് പോകാം നമുക്ക്.
അങ്ങനെ നമ്മുടെ താറുകുട്ടൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇങ്ങനെ ഇറക്കാൻ പോവാണ് കേട്ടോ പ്രതീക്ഷേട്ടൻ. ആദ്യമായിട്ട് നമ്മുടെ വണ്ടി ഇറക്കാൻ പോവാണ്. ഐ ഇറക്കട്ടെ കിട്ട്. താറുകുട്ടൻ ദേ പോണ്. ഒന്നും കാണാനില്ല, ഇരുട്ടായി കാരണേ ഒന്നും കാണില്ല. ആനക്കുട്ടി ആനക്കുട്ടിയാണ് ആനക്കുട്ടി പിടിച്ചാ മറ്റേ കാറ് പോലെയല്ല, ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. നമുക്ക് ദൈവത്തിന് വിചാരിച്ചങ്ങോട്ട് എടുക്കാണ് നമ്മള്. അടിപൊളിയാക്കും. നമ്മുടെ സെറ്റ് കുട്ടന്റെ പോലെ ഒരു മൂഡിൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുനടക്കാം. അയ്യോ, ഒരു കാര്യം പറഞ്ഞില്ല, താറിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ അങ്ങനെ നമ്മള് വണ്ടി എടുത്ത് മെല്ലെ അങ്ങോട്ട് നീങ്ങാണ്. ആദ്യമായിട്ടുള്ള ഇതിനെന്തോ വാണിയും കത്തണ എന്താന്ന് പറഞ്ഞത് അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അല്ലെ. ഡീസൽ അടിക്കണം നമുക്ക്. 60 കിലോമീറ്റർ പോകുള്ളൂ ഇനി ആകെ. പിന്നെ പുത്തനായതുകൊണ്ട് തന്നെ കുറച്ചൊന്നും ഓടിയൊന്നും ഇതാവാനുണ്ട്. ആള് പറഞ്ഞ പടയ്ക്കണം മെല്ലെ എന്ന് പറഞ്ഞ സംഭവം നിങ്ങള് ഓടിച്ച് കണ്ടുപോരുന്ന പറയണത്, മനസ്സിലായ? അപ്പൊ എപ്പോഴും വണ്ടി പടച്ചോണ്ടിരിക്കണം. അതന്നെ ആ ഒരു കേസ് കൊണ്ടാ വണ്ടി മറ്റേ ഓവർ സ്പീഡിന്റെ ലൈറ്റും കത്തി, ഡീസലും കത്തുണ്ട്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സംഭവം കുഴപ്പമില്ല കേട്ടാ. പുത്തൻ വണ്ടി അങ്ങനെ എടുത്ത് നമ്മള് ഫസ്റ്റ് അങ്ങനെ ഓടിയാണ്. നമ്മൾ 5 കൊല്ലം മുന്നെയാണ് പുത്തൻ വണ്ടി എടുത്ത് അങ്ങനെ ഓടിച്ചത്. അല്ലെങ്കിൽ ജനിച്ച് വീണ കുട്ടിക്ക് പാല് കൊടുക്കണം എന്ന് പറയില്ല 1/2 മണിക്കൂറിനുള്ളിൽ. അതേപോലെ തന്നെയാണ് ഡീസൽ അടിക്കണോ, ജനിച്ച് വീണ കുട്ടിയാണ്. അപ്പൊ നമ്മള് ഡീസൽ അടിച്ചോടണം. ഭയങ്കര തണവാ. ഊട്ടിയില് പോയ പോലെ ശരിക്കും പറഞ്ഞ ഒരു ദിവസം 500 രൂപയുടെ ചെലവുള്ളെങ്കിൽ വീട്ടിൽ എ സി ഇട്ട് ഇരിക്കുന്നതിന് പകരം വണ്ടിയിൽ എ സി ഇട്ട് കറങ്ങാൻ നല്ലത് അല്ലേ? അത് കുഴപ്പമില്ല. എന്തായാലും രാത്രിയായിട്ട് വണ്ടി കിട്ടുമ്പോ ഇന്ന് നമ്മൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയാ, മാനസിക സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായി. പല ആൾക്കാരും താറിൽ പോകുമ്പോ നമുക്കും താറ് എന്താ പറയാ ഇങ്ങനെ കാണുമ്പോ ഒരു ആഗ്രഹമൊക്കെയാ. വണ്ടി ഓടിക്കാൻ മാനസികമായിട്ട് ഇഷ്ടമില്ല. എടാ അതിപ്പോ തുറക്കല, അത് പൊട്ടും. വീട്ടിലെത്തിട്ട് അൺബോക്സ് ചെയ്യാം നമുക്ക്. അൺബോക്സിംഗ് ഡൂഡ് എന്ത് കിട്ടിയാലും അൺബോക്സ് ചെയ്യുന്ന ആളാണ് അൺബോക്സിംഗ് ഡൂഡ്. അറിയില്ല നിനക്ക്? അറിയാം. എന്തോ അൺബോക്സിംഗ് എന്ന് പറഞ്ഞ അപ്പൊ എന്നെ ഡൂഡ് കൂട്ടിച്ചേർക്കണം അതിന്റെ ഒപ്പം. അപ്പൊ അങ്ങനെ നമ്മള് യാത്ര പോവാണല്ലേ. അപ്പൊ നമ്മള് ഇനിയിപ്പോ എവിടേക്കാ പോണത്? നാളേക്ക് പെടക്കല്ലേ? നമ്മളിപ്പോ ഇനി പോവാണ്, പെടക്കാണ് നമ്മള്. പുതിയ വണ്ടി 2024 നമ്മള് പുതിയ വണ്ടിയൊക്കെ എടുത്ത്. പക്ഷെ 2024 ഞങ്ങളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഞങ്ങളുടെ എന്ന് പറയുമ്പോ എന്റേന്ന് പറയാം. കാരണം ഇവർക്ക് അത്ര അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ വണ്ടി മേടിച്ചോണ്ട് ഓക്കെ, അല്ലെങ്കിൽ ഇവർക്ക് അത്ര ഇത് തോന്നില്ല. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു ഇയർ ആണ് കേട്ടോ 2024. ഇപ്പൊ നമ്മൾ ഭാരത് ബെൻസ് മേടിച്ചു. അതുപോലെ തന്നെ അത് ഫസ്റ്റ് തന്നെ ഈ താറ് ബുക്ക് ചെയ്തത് നമ്മൾ ജനുവരി 1 ആണ്. അപ്പൊ ഫസ്റ്റ് ആ വണ്ടി ബുക്ക് ചെയ്തപ്പോ തന്നെ നമുക്കൊരു ഭയങ്കര ഇതായിരുന്നു. അത് തന്നെയല്ല നമ്മൾ ആ സമയത്ത് മറ്റേ ഗ്രാൻഡ് വിക്ടാറെ ഓടിച്ചു നോക്കണം. അപ്പൊ ഒരു വണ്ടി മേടിക്കണം അല്ലെങ്കിൽ വണ്ടി മേടിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് ഉള്ളൊരു ഇത് ആദ്യത്തത്. രണ്ടാമത് നമുക്ക് അപ്രതീക്ഷിതമായി നമ്മൾ ഭാരത് ബെൻസിലേക്ക് വന്ന് ചാടി. ഓൾ ഫേസിലേക്ക് മണ്ണത്തി ഒഴുകി പോയാൽ മതിയായിരുന്നല്ലോ അല്ലേ? അത് ശരിയാണ്. അത് ചെറുതായിട്ട് ഒന്ന് പണി പാടി. ഞങ്ങൾ ഫുഡ് കഴിക്കാനാ പോണേ. ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അനില്. അപ്പോൾ എന്താ പറയാ, അവൻ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ഭക്ഷണക്കടി വൈകുന്നേരത്തെ അങ്ങോട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. നിതയുടെ വീട്ടുകാരെ വിളിച്ചു. അവരുടെ മമ്മിക്ക് നൊയമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാക്കി ആ പരിപാടി അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അനിലിനെയും കൂട്ടി പോയി ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഇന്ന് ഡീസൽ കഴിയണ വരെ, ഈ ഡീസൽ കഴിയണ വരെ നമ്മൾ ഓടിപ്പിക്കും. നാളെ എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീസൽ പുതിയതടിച്ച് നാളെ ഫുള്ള് വണ്ടിയിൽ തന്നെയായിരിക്കും ഒരു ദിവസം. നമുക്ക് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ പരിപാടികളൊക്കെ. അതെ, നാളെ കല്യാണം ഉണ്ട്.
നാളെ കല്യാണത്തിന് പോകുമ്പോ നമുക്ക് നാളെ എവിടെയാ കല്യാണം എന്നാണ് അറിയാൻ പാടാത്തത്. ആരെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട്. ശരിയാണ് കേട്ടോ. കാരണം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ സ്ഥലം എവിടെയാന്ന് കറക്റ്റ് അറിയില്ല. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മറന്നു. അതെ, ഈ പ്രതിഷേധത്തിന് ഈ ലോറി കൊണ്ട് പോണ കാരണം ഇപ്പൊ എന്റെ അടുത്താണ് ഞാനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ചനെ. അപ്പൊ പ്രതിഷേധൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ആ തിരക്കിന്റെ ഇടയിൽ വിളിക്കുമ്പോ എവിടെയാ സ്ഥലം കറക്റ്റ് ടൈമും ഒന്നും ഓർത്ത് വെച്ചില്ല. പിന്നെ ഒരു കല്യാണമല്ല, ഒരു 2-3 കല്യാണങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടല്ലേ. നോമ്പ് കഴിഞ്ഞതിന് ശേഷം കല്യാണം ഉണ്ട്. അതെ, സാധാരണ ചെലവ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആരുമില്ല, നമ്മുടെ ഫ്രണ്ട് അനിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ ആൾക്കാരില്ല. സാധാരണ ഒരു ടേബിൾ നിറച്ച ആൾക്കാർ ഇരുന്നിട്ടൊക്കെയല്ലേ ചെലവ് ചെയ്യാന്ന് പറയാ. ഭാഗ്യായി, പരിപാടി എളുപ്പമുണ്ടല്ലോ. നിത ചിക്കൻ ബിരിയാണി പറഞ്ഞു, മുത്ത് അതുപോലെ ചില്ലി ചിക്കനും ചപ്പാത്തിയും പറഞ്ഞു, ഞാനൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഇത് ബെസ്റ്റാണ്, അടിപൊളിയാണ്, അത് സൂപ്പർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും കഴിക്കാനുള്ള പരിപാടി ഇപ്പോഴും വരാറുള്ള ഹോട്ടലാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഗോൾഡ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കാവക്കോട്. ഏറ്റവും സൂപ്പർ ഫുഡ് കൂടിയാണ്. അടിപൊളി ബിരിയാണി കാര്യങ്ങളൊക്കെ സൂപ്പർ. പല പ്രാവശ്യം എപ്പോഴും പറഞ്ഞ പോലെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, ഇന്ന് വൈകുന്നേരം കഴിക്കണം എന്നുള്ള പ്രതീക്ഷ കാരണം ഉച്ച കഴിച്ചില്ല. അപ്പോൾ എല്ലാവരും എഴുതിയിട്ട് തട്ടാനുള്ള പരിപാടിക്ക് നിൽക്കുക. നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ പ്രിൻസങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. പ്രിൻസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹായ് പറയും. റീനു റീനു ഇതാണ് ഞങ്ങളുടെ റീനു, റീനുവിന്റെ ചേച്ചി. ചേച്ചി ഒരു ഹായ് പറ, റീനുവിന്റെ ചേച്ചി. റീനു എനിക്ക് റീനു ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ റീനുവിന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പൊ റീനുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പ്രിൻസങ്ങള്. അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിൽ വന്നു. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ വണ്ടി ഓടിച്ചു വന്ന വഴിക്ക് എന്താ പറയാ, ഡാഡി പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്താം, ഇവിടെ വീട്ടിലൊന്ന് കേറിയിട്ട് പോവാന്ന്. കേറിയിട്ട് പോവാന്ന് പറഞ്ഞുള്ള ഒരു ആഘോഷാക്കി ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് തൊപ്പി കിട്ടിയാ. അപ്പൊ ഇവർക്കൊരു ഹാപ്പി ബർത്ത്ഡേ സാധാരണഗതിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതേപോലെ ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞ് നടത്തിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ കേക്ക് മേടിച്ച് നമ്മൾ 3 പേരും ഇത്രയധികം ആൾക്കാരായിട്ടൊരു ആഘോഷം ആദ്യമായിട്ടാണ്. നമ്മുടെ ചേട്ടന് ഇതേവരെ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഫാമിലിയിലുള്ള ആദ്യമായിട്ടാണ് അടിപൊളി. അത് അടിപൊളിയായിട്ട് വല്ലപ്പോഴൊക്കെയാണ് കാണാറുള്ളൂ. അങ്ങള് സ്ഥിരമായിട്ട് ദുബായിക്കാരനാണ്. കമ്പനിയായിട്ട് ഇപ്പൊ അതേ നാട്ടില് സെറ്റിൽ എല്ലാവരും കൂടി അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബത്തിന്റെ വക ഹാപ്പി ബർത്ത്ഡേ ജന്മദിനാശംസകൾ. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. രാത്രി 11:30 മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പുറകിലായിട്ടായിരിക്കണേ, മുത്തിന് ഫ്രണ്ടിലിരിക്കണം എന്ന് പറഞ്ഞിട്ട്. മുത്തിന് അതെ ഒരാഗ്രഹമല്ല. അപ്പൊ നല്ല രസമുണ്ടാവും. ഇല്ലെങ്കിൽ പുറകിലിരിക്കാനും കുഴപ്പമില്ല കേട്ടോ, നല്ലതാ.
അതേപോലെ മുത്ത് ഇതേ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. പ്രതിഷേധം ഡ്രൈവ് ചെയ്യുന്നു. മുത്ത് സുഖമായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നിലവില് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി നാളെ നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിന് പോണം. പിന്നെ അജീഷിനെ വിളിക്കണം ഓട്ടത്തിന്റെ കാര്യത്തിന്. പിന്നെ കുറെ നാളായി രാജേഷിന്റെ അടുത്ത് പോയിട്ട്. അപ്പൊ രാജേഷിന്റെ അതന്നെ. അപ്പൊ അത് നമ്മളെ വീഡിയോ കാണുന്നവര് കുറെ പേര് ചോദിക്കുന്നുണ്ട് രാജേഷേട്ടൻ എവിടെയായിരുന്നു. അതെ. അപ്പൊ രാജേഷിനെ കാണാൻ വേണ്ടി വണ്ടിയുടെ അടുത്ത് പോണം. വണ്ടിക്കാണെങ്കിൽ ഇപ്പൊ ഇത്തിരി ഓട്ടമുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി മടയില് ഫുൾ ടൈം വണ്ടി മടയിലിടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജേഷും ഇത്തിരി തിരക്കാണ്. അത് കാരണം ഞാൻ രാജേഷ് കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വണ്ടിയുടെ കണക്കൊക്കെ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നല്ലാണ്ട് ആളെയും കണ്ടിട്ട് കുറെ നാളായി, വണ്ടിയും കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ അത് രണ്ടും പോയി വണ്ടി ഒന്ന് കാണണം. അതുപോലെ തന്നെ രാജേഷിനെ ഒന്ന് കാണണം. അതാണ് നാളത്തെ പരിപാടി. പിന്നെ കല്യാണത്തിന് പോകണം നാളെ. പിന്നെ നമുക്ക് ഇതിലൊരു റിവേഴ്സ് ക്യാമറ കൈയോടെ സെറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ബാക്കിലേക്ക് അത്ര അങ്ങോട്ട് വ്യൂ കറക്റ്റ് അല്ല. അപ്പൊ ഇതില് വേറെ നമ്മൾ നിലവില് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. കുറച്ച് മോഡിഫിക്കേഷൻ അത് തന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മേല് തട്ടാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ പിടിക്കാത്ത സംഭവങ്ങൾ. അതായത് എന്താ പറയാ, ഒരു 2 ലൈറ്റ് സാധാരണ പോലെ ഫോഗിനെക്കാളും വിട്ടിട്ട് ഒരു 2 ലൈറ്റ് ഫിറ്റ് ചെയ്യണം. അത് മൂടിയിട്ട് എന്താ വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്താൽ മതിയല്ലോ. റിവേഴ്സ് ക്യാമറ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് ക്വാർട്ടർ ഗ്ലാസ് ബ്ലാക്ക് അടിക്കണം എന്നാണ് നിൽക്കണം. അത് ചോദിച്ചിട്ട്, അതായത് ആ ഫിലിം അടിച്ചാൽ കുഴപ്പമില്ല, ഗതാഗത മന്ത്രിയൊക്കെ ഭയങ്കര ഇതിൽ പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് ഗ്ലാസ് ഇതടിക്കണോണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ആള് മന്ത്രി ആവണക്കാരും മുന്നേ ഉള്ള പല ചർച്ചകളിലും കേട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇനിയിപ്പോ നിയമത്തിൽ അടിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. അങ്ങനെ അത് ചോദിച്ചിട്ട് പറ്റുകയാണെങ്കിൽ അതിനൊരു ഫുൾ ഫിലിം മുട്ടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളെ ചെയ്യാനുള്ളത്. പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർ പൂരമായി. അപ്പോൾ പൂരമായപ്പോൾ തന്നെ അതേ നിലവിൽ അതിൻ്റെ നമ്മുടെ പന്തലിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സിബിഷൻ എന്ന് പറഞ്ഞ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പന്തൽ പണിയുടെ കാലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതും ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ പൂരം സംഭവമൊക്കെ വികാരമാണ്. പക്ഷെ ആ വികാരത്തിന് നമ്മൾ ഇവിടെ ഉണ്ടാവാറില്ല. എപ്പോഴും നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പരിപാടി എന്നാലും കുറവാ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ യാത്രകളിലാവണം. മുത്തിന്റെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് യാത്രകളിലാവണ സമയത്താണ് ഇരിക്കുക. പിന്നെ നമ്മൾ മാക്സിമം വിചാരിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ പ്ലാനിങ്. എനിക്ക് പാസ്പോർട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതായത് എന്റെയും ചേട്ടന്റെയും പാസ്പോർട്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് കുവൈറ്റിലേക്ക് പോകാനുള്ള കേസ് ഇങ്ങനെ നടക്കാണ്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നീളം വയ്ക്കുക. അപ്പൊ എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ കുറച്ച് പേപ്പേഴ്സ് കൊടുക്കാനും അതിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നാളെ ഈ കല്യാണം അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് തിരക്കുകൾ കഴിഞ്ഞിട്ട് ഇനി വണ്ടി പോക്ക് നടക്കുള്ളൂ. അതിനു മുന്നേ ഇവിടെ ഉണ്ട് കേട്ടോ മറ്റേത് പന്തല്. അപ്പൊ അതിനു മുന്നേ തന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് മുന്നേ തന്നെ വണ്ടിയിൽ പോണേക്കാളും മുന്നേ ഇനി ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഫാമിലി ട്രിപ്പ് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മൂന്നാർ ആ റൂട്ടിലേക്ക് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് പുതിയ വണ്ടിയിൽ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇനിയിപ്പോൾ നാളെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ സെലക്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്.